وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وصل وسلم على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أما بعد. اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذتنا ولشركائنا ولتلاميذنا ولمصنفي كتبنا وللشارحين والمحشين الصالحين. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدين والدنيا والآخرة. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. ربنا تمم بالخير والسعادة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ്സിന് ശേഷം പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് ഇൻഷാ അല്ലാ ഇനി തഫ്സീർ ക്ലാസ് എന്ന പേരിൽ ഒരു ചെറിയ സംരംഭം നമ്മൾ ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹു മഹത്തായ ഈ ദീനി സംരംഭത്തിന്റെ എല്ലാ മേഖലകളിലും സഹകരിക്കുന്ന ഉസ്താദുമാർക്കും അതേപോലെ കേട്ടിരിക്കുന്ന ക്ലാസ് റൂമിലും റേഡിയോയിലും ഒക്കെ കേട്ടിരിക്കുന്ന സഹോദര സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഈ ചെയ്യുന്ന ഖിദ്മയുടെയൊക്കെ പ്രതിഫലം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, മാതാപിതാക്കൾ, അതേപോലെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ പ്രാരംഭമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. ബിസ്മി കൊണ്ട് ആരംഭിക്കുന്ന ബിസ്മിയുടെ ചെറിയ അർത്ഥവും അലിഫ് ലാം മീം എന്ന 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അതിന്റെ ഉദ്ദേശവും ഇന്നലെ നാം സൂചിപ്പിച്ചു. ഇനി അത് ആവർത്തന വിരസത ഭയപ്പെട്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു സാധനത്തെക്കുറിച്ച്, ദൂരെയുള്ള സാധനത്തെക്കുറിച്ചുള്ള പരാമർശം എന്തുകൊണ്ട് നടത്തി എന്ന ചർച്ച ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ വിശദമായി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അത്തരം ഭാഷാപരമായ ചർച്ചകളിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ടെന്ന് തോന്നാത്തതിനാൽ വിശദീകരിച്ച ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഒന്നുകിൽ വിശുദ്ധ ഖുർആനിനെ ആദരിച്ചുകൊണ്ട് ആ ശൈലി പ്രയോഗിച്ചതാണെന്നും, അല്ലെങ്കിൽ ആ എന്ന ദൂരത്തുള്ളതിലേക്കുള്ള സൂചന ലൗഹുൽ മഹ്ഫൂദിൽ ഒന്നിച്ചിരിക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥത്തെക്കുറിച്ചുള്ളതാണെന്നതടക്കം, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പുള്ള സാഹചര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണെന്നടക്കം വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മഹത്തായ ഖുർആൻ, ആ ഗ്രന്ഥം ലാ റൈബ ഫീഹ്, ഇത് വിശുദ്ധ ഖുർആൻ മഹത്തായ ഗ്രന്ഥമാകുന്നു. ലാ റൈബ ഫീഹി, അതിലൊരു സംശയമല്ല. അതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ സാധാരണ ഒരു ഗ്രന്ഥമല്ലെന്നും, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളെയും അത് ഉൾക്കൊള്ളുന്നുവെന്നും, യാതൊരു സംഗതികളും അതിൽ വിട്ടുപോയിട്ടില്ലെന്നും, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നിങ്ങനെ ഏതൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണോ സമൂഹത്തിന് ആവശ്യമുള്ളത്, എന്തൊക്കെ സംഗതികൾ ചെയ്യരുതെന്ന വിലക്കുകളാണോ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, അതെല്ലാം വിശുദ്ധ ഖുർആൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്നും, ഭൗതിക ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല
അനന്തവിശാലമായ പാരത്രിക ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട പ്രത്യേകമായ കാഴ്ചപ്പാടുകളെയും വരെ സവിസ്തരം മഹത്തായ ഗ്രന്ഥം വിവരിച്ചിട്ടുണ്ടെന്നും ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സത്യസന്ധമായ ഗ്രന്ഥമാണെന്നതിൽ ഒരു തർക്കത്തിനും അവകാശമില്ലെന്നുമൊക്കെ അപ്പറഞ്ഞതിന്റെ പരിധിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മഹത്തായ ഖുർആനിനെ കുറിച്ച് അല്ലാഹു തആല അപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ മഹത്തായ ഖുർആൻ അത് പൂർണ്ണതയുടെ ഗ്രന്ഥമാണ് എന്ന ആമുഖത്തിനു ശേഷം അള്ളാഹു പറയുന്നത് ഖുർആനെ കുറിച്ച് രണ്ടു കാര്യങ്ങൾ. ലാ റൈബ ഫീഹി, ഒന്ന് അതിൽ സംശയമില്ല. സംശയമില്ലെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥമാണെന്ന വിഷയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്ത് ആ വിശുദ്ധ ഖുർആനിൽ പോരായ്മകൾ ഉണ്ടെന്ന് ചിന്തിക്കാനോ ഊഹിക്കാനോ പറ്റും വിധത്തിലുള്ള സാധ്യതകളോ ഇല്ലാത്ത വിധം സമ്പൂർണമാണ് എന്നാകുന്നു ആ ഒരാശയം. രണ്ടാമത്തത് ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ മാർഗദർശനമാണ് എന്ന പ്രഖ്യാപനം. വാസ്തവത്തിൽ ഖുർആൻ എല്ലാവർക്കും മാർഗം കാണിച്ചു കൊടുക്കുന്ന, വഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. എന്നിട്ടും എന്തേ സൂക്ഷ്മതയുള്ളവർക്ക് ആണ് ഇത് മാർഗദർശനമാകുന്നത് എന്ന് പറഞ്ഞത് എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതിന്റെ ഫലം ലഭിക്കുന്നവർ അവരാണ് എന്നാണ്. കാരണം ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, മനുഷ്യന് ദിശാബോധം കാണിച്ചു കൊടുക്കൽ, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരുടെ ഇടയിലും നടന്നാൽ പോലും അതിന്റെ ഗുണഭോക്താക്കളായി വരുന്നത്, അതുകൊണ്ട് ഫലം ലഭിക്കുന്നത് ഒരു വിഭാഗം മാത്രമായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഗുണം കിട്ടുന്നത് മുഅ്മിനീങ്ങൾക്കാണ്. ഖുർആനിൽ തന്നെ ഒരു സ്ഥലത്ത് കാണാൻ നമുക്ക് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, തങ്ങൾ ഉത്ബോധനം നൽകുക, ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഉപകരിക്കും. അപ്പോ എന്തു തന്നെ കേട്ടാലും കറുത്ത പാറയുടെ പുറത്ത് മഴ പെയ്ത് അത് അങ്ങനെ തന്നെ ഒഴുകിപ്പോകുന്നത് പോലെ ആ ഉപദേശങ്ങളൊന്നും ഒരു വിലയുമില്ലാതെ മനസ്സിലേക്ക് തീരെ കയറാതെ ഒരു വിഭാഗം നിഷേധാത്മക നിലപാടുമായി മുന്നോട്ട് പോകുന്നവർക്ക് ഫലം ലഭിക്കില്ലെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫലപ്രദമാണ്. അതിന്റെ ഉപദേശങ്ങൾ അവരെ നെഞ്ചേറ്റാൻ സന്നദ്ധരായിരിക്കും. അതുകൊണ്ട് അവർക്ക് മഹത്തായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. മനുഷ്യന്മാര് പൊതുവില് രണ്ടു തരക്കാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലര് സ്വന്തം ജീവിതത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാതെ മുന്നിൽ കണ്ടത് തിന്നുക, മനസ്സിൽ തോന്നിയത് ചെയ്യുക, വായിൽ വന്നത് വിളിച്ചു പറയാ, ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഭാവി എന്നോ ഇതിന്റെ ഇതിന്റെ ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ എന്താണെന്നോ ഒരു ചിന്തയില്ലാത്തൊരു വിഭാഗം ഉണ്ടാകും ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിന്റെ വരുംവരായികകളെ കുറിച്ച്, അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച്, വരുംവരായികകളെ കുറിച്ച് മറ്റാരിൽ നിന്നെങ്കിലും വല്ല സൂചനയും ലഭിച്ചാൽ ആ സൂചന അവർ സാഗൂതം ശ്രദ്ധിക്കുകയും അത് സ്വീകരിക്കാനും അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കണമെന്നും എന്റെ ജീവിതത്തിൽ അബദ്ധങ്ങളും അരുതായ്മകളും വരരുതെന്നും ചിന്തിക്കുന്ന ആളുകൾക്ക് തന്നെ പക്ഷെ ഞാൻ എങ്ങനെയാ ജീവിക്കേണ്ടത്, എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ പ്രത്യേകം കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ഒഴിവാക്കേണ്ടത് എന്നിങ്ങനെയുള്ള സംഗതികളൊന്നും ചിലപ്പോൾ അവർക്ക് ബോധം ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ആ ബോധമില്ലാത്ത ആളുകൾക്ക് ഉപദേശം കിട്ടിയാൽ, അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഉപകാരമാവുകയും അതവർ ഫലവത്തായി ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ഉപയോഗിക്കാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ജനതക്ക് വിശുദ്ധ ഖുർആൻ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു. ഈ സൂക്ഷ്മതയുള്ള സ്വഭാവം സ്വീകരിക്കുന്ന വിഭാഗമാണ് മുത്തഖികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പൊതുവിൽ അങ്ങ് പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തഖ്വയുള്ളവർ എന്നാണ് ഇപ്പോ മുത്തഖി എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. എന്താണ് തഖ്വ എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ ധാരാളം വ്യാഖ്യാനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് തഖ്വ? വാസ്തവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ തഖ്വയെ കുറിച്ച് പറയാനായി തന്നെ തഖ്വയുള്ളവരാവണം എന്ന് വിവിധ ശൈലിയിലും വിവിധ അർത്ഥത്തിലും വിശദീകരിക്കാൻ ഒട്ടനവധി സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് ഖുർആനിലൂടെ പറയുന്നത്, ഈ സമൂഹത്തിലും ഇതിനു മുമ്പ് വന്ന സമൂഹത്തിലും നാം അവർക്കൊക്കെ ഉപദേശം നൽകിയിട്ടുണ്ട്, അനിത്തഖുല്ലാഹ്, അവര് അള്ളാഹുവിനെ സൂക്ഷിച്ച് വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാവണം.
അപ്പൊ തഖ്വ എന്ന് പറഞ്ഞതിന് വിവിധ അർത്ഥങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, വിവിധ ആശയങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യാഖ്യാനങ്ങൾ, ഈ വ്യാഖ്യാനങ്ങളൊക്കെ വാസ്തവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വെച്ചാൽ ഈ വ്യാഖ്യാനങ്ങളൊക്കെ അത് വൈവിധ്യമായി കണ്ടാൽ ഇതൊക്കെ തഖ്വയുടെ പരിധിയിൽ വരുന്ന ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവം കാണാൻ സാധിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽറിളാ ബിൽ ഖലീൽ വലിസ്തിഅദാദു ലിയൗമിർ റഹീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക, അൽ ഖൗഫു മിനൽ ജലീൽ. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ അല്ലാഹുവിനെ ഭയപ്പെടുക. ജീവിതത്തിന്റെ സകല മേഖലയിലും രഹസ്യത്തിലും പരസ്യത്തിലും പടച്ച റബ്ബന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവൻ എന്റെ ഹൃദയം അറിയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ എന്റെ പ്രവർത്തനത്തിൽ വരുന്ന അരുതായ്മകൾ അല്ലാഹുവുമായി എന്നെ അകറ്റുമെന്നും മനസ്സിലാക്കി സ്വകാര്യ നിമിഷങ്ങളിൽ പോലും തെറ്റുകളെ തൊട്ട് സൂക്ഷിച്ച് മാറി നിൽക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ എത്തണമെങ്കിൽ അവന് വേണ്ട ആവശ്യമായിട്ടുള്ള ചില ഹോംവർക്കിന്റെ ഭാഗമാണ് പിന്നെ പറയുന്ന സംഗതികൾ. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന ആ അടിസ്ഥാന തത്വം അത് സ്വീകരിച്ചാൽ അത് സ്വീകരിക്കുന്നയാൾ ചെയ്യേണ്ട പ്രഥമമായിട്ടുള്ള കാര്യമാണ് അൽ അമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. ജീവിതത്തിൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് മുന്നോട്ട് പോവുക. ഖുർആനെ കുറിച്ച് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഖുർആനിന്റെ അവസ്ഥ എന്ന്, അല്ലേ? ബഹുമാനപ്പെട്ട ഖുർആൻ പിന്നെ ഏറ്റവും സ്ട്രെയിറ്റ് വേയിലേക്ക് മാർഗം കാണിക്കുന്ന, വഴി കാണിക്കുന്ന ഗ്രന്ഥമാണെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെ ജീവിക്കണം എന്ന ദിശാബോധം മനുഷ്യന് നൽകുന്ന മഹത്തായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതിന് മുന്നിലും വഴിമുടക്കിയായി പലപ്പോഴും കടന്നു വരുന്ന ഘടകമാണ് മനുഷ്യന്റെ ആർത്തി പൂണ്ട ജീവിതത്തിന്റെ വ്യവഹാരങ്ങളുമായുള്ള മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് ഈ ഖുർആൻ അനുസരിച്ചുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്താനും അതിന് സഹായകമാകാനും വേറൊരു മുൻകരുതൽ കൂടി വിശ്വാസി എടുക്കണം. അതാണ് അർ റിളാ ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടണം. മനസ്സിലായോ? ജീവിതത്തിന്റെ ഭൗതികമായ പുരോഗതിയും അതിന്റെ ഭൗതികമായിട്ടുള്ള പ്രൗഢിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടക്ക് പലപ്പോഴും മനുഷ്യന് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കാനോ സൂക്ഷിക്കാനോ സാധിക്കാത്ത ഗൗരവതരമായിട്ടുള്ള സാഹചര്യം വരുന്നു. പല കൃത്യവിലോപങ്ങളിലേക്കും മനുഷ്യൻ എത്തിപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പരിശോധിച്ചാൽ സമകാലിക സമൂഹത്തിൽ വിശേഷിച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നത് പണത്തിന്റെ പുറകെയുള്ള ഓട്ടത്തിനിടക്ക് ബാധ്യതകളും കടമകളും മനുഷ്യൻ മറന്നു പോവുകയാണ്. കടമകൾ മാത്രമല്ല, എന്തിനിവിടെ ജീവിക്കുന്നു എന്ന ഒരു സാമാന്യം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്ത പോലും അവന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് പണമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിനിടക്ക് എന്ത് അരുതായ്മയും എന്ത് കുരുത്തക്കേടും ഒപ്പിച്ചാലും കുഴപ്പമില്ല, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരവസ്ഥയിലേക്കും മനുഷ്യൻ പലപ്പോഴും എത്തിപ്പെടുന്നു. അങ്ങനെ എത്തിപ്പെടുന്ന ഒരു മനുഷ്യന് ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാത്തവന് അള്ളാഹുവിനെ ഭയപ്പെടാനും കഴിയില്ല. അപ്പൊ കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനും ധാരാളിത്തത്തിന്റെ അടിമകളായി മാറാതിരിക്കാനുമുള്ള ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന മനുഷ്യന് മാത്രമേ എന്താണ് ഖുർആൻ പറഞ്ഞതെന്ന് ആലോചിച്ച് തന്റെ ജീവിതത്തെ ആ അർത്ഥത്തിൽ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ആ ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാനും ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢി എനിക്കൊരു പ്രശ്നമല്ലാതാക്കാനും സാധിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടി അവൻ ആവശ്യമുണ്ട്. അതാണ് അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. യാത്ര പോകാനുള്ള ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നവനാകണം. യാത്ര എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തിനു ശേഷമുള്ള ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി അതൊരു വല്ലാത്ത യാത്രയാണ്, തിരിച്ചു വരാത്ത യാത്ര, മടക്കമില്ലാത്ത യാത്ര, ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള യാത്ര. പല യാത്രകളും പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കാറുണ്ട്. പല യാത്രകളിലേക്കും നമ്മെ യാത്രയാക്കാൻ വരുന്ന ആളുകൾക്ക് വലിയ സന്തോഷം ഉണ്ടാവാറുണ്ട്.
എന്നാൽ ഈ യാത്ര പോകുന്ന സമയത്ത് യാത്രയാക്കാൻ വന്നവരൊക്കെ നെടുവീർപ്പിടുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന അവസ്ഥ. പക്ഷെ അവര് കണ്ണീരൊഴുക്കുന്ന സമയത്തും ഈ യാത്ര പോകുന്ന യാത്രക്കാരന് ചിലപ്പോൾ സന്തോഷത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകണം ഖബറിലേക്ക് എന്ന് വിളിച്ചു പറയലായിരിക്കും അദ്ദേഹം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യാത്രക്കാരൻ വലിയ സന്തോഷത്തിലാണ്. അള്ളാഹു ആ ഗണത്തിൽ നമുക്ക് എല്ലാവർക്കും ഇടം നൽകുമാറാവട്ടെ. അതേസമയത്ത് മറ്റു ചിലപ്പോൾ ആ മനുഷ്യൻ ആളുകളൊക്കെ കണ്ണീരോടെ യാത്രയാക്കുന്ന സമയത്ത് അവരുടെ കണ്ണീരിന്റെ 10 ഇരട്ടി ഗൗരവമുള്ള കണ്ണീരായിരിക്കും ഇവനുണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടുക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോണത്, എന്നിങ്ങനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുമ്പോൾ യസ്മൗ സൗതഹ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യരല്ലാത്ത സകലമാന ജീവികളും ഈ അണ്ടകടാഹത്തിലെ സകല വസ്തുക്കളും അവന്റെ ശബ്ദം കേൾക്കുമെന്നും ആ കരച്ചിലിന്റെ ഗൗരവവും അതിന്റെ ആധിക്യവും അവർക്കൊക്കെ ബോധ്യപ്പെടുമെന്നും മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ അത് താങ്ങാനാവാതെ അവൻ ബോധം കെട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പറഞ്ഞ 4 ഘടകങ്ങളും ഒത്തിണങ്ങണം. അഥവാ അടിസ്ഥാന വിഷയമാകുന്ന പടച്ചവനെ ഭയപ്പെടുക എന്ന ആ വിഷയം സാധ്യമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൂടി ആവശ്യമായി വരുന്നു. ഏതാണ് ആ 3 ഘടകങ്ങൾ? ഒന്ന് അൽ-അമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക. രണ്ടാമത്തത് അർ-റിളാ ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട് പൊരുത്തപ്പെടുക. മൂന്നാമത്തത് അൽ-ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി അവൻ തയ്യാറെടുപ്പ് നടത്തുക. ഇപ്പറഞ്ഞ സംഗതികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ മുത്തഖിയാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ്. ഇങ്ങനെ തഖ്വക്ക് വിവിധ അർത്ഥങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇവിടെ അല്ലാഹു തആല ഖുർആനിന്റെ മഹത്വമായിട്ട് പറഞ്ഞതാണ് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇത് മാർഗദർശനമാണ്. ഇന്നല്ലാഹ തആല ദക്കറൽ മുത്തഖിയ ഹാഹുനാ ഫീ മഅറലിൽ മദ്ഹി, ഇവിടെ മുത്തഖിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രശംസയുടെ സ്ഥലത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മുത്തഖിക്ക് ഇത് ഫലം ചെയ്യുമെന്ന് പറഞ്ഞത് മുത്തഖിയ അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞതാണ്. എന്നാൽ വമൻ യകൂനു കദാലിക ഔലാ ബി അൻ യകൂന മുത്തഖിയൻ ഫീ ഉമൂരി ദുനിയ ബൽ ബി അൻ യകൂന മുത്തഖിയൻ ഫീമാ യത്തസിലു ബിദ്ദീൻ, ഭൗതിക ജീവിതത്തിലും അതേപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒക്കെ അവന്റെ സൂക്ഷ്മത എന്ന് പറയുന്ന സംഗതി നിലനിൽക്കണം. അങ്ങനെയുണ്ട് ചില ആളുകൾ. ദീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് തഖ്വയൊക്കെ നോക്കാം, അല്ലാഹ് എന്താ പറഞ്ഞത് നോക്കാം. അതേസമയത്ത് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ അതൊന്നും ബാധകമല്ല. രാഷ്ട്രീയക്കാരൊക്കെയാണ് പലപ്പോഴും അങ്ങനെ മസല കണ്ടെത്തല്. രാഷ്ട്രീയത്തിലൊന്നും പ്രശ്നമല്ല, അത് ബാങ്കിക്ക് മത്സരിക്കൽ, അത് രാഷ്ട്രീയല്ലേ. അതേപോലെ തന്നെ പെണ്ണുങ്ങളെ രംഗത്തിറങ്ങിയാൽ അത് രാഷ്ട്രീയല്ലേ. രാഷ്ട്രീയത്തിൽ ഇതൊന്നും നോക്കിയാൽ നടക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ മുത്തഖിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, പരലോകം രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ, അവനൊരിക്കലും തന്നെ അവന്റെ ജീവിതത്തിന്റെ സകലമാന സംഗതികളും മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുമായി കണക്റ്റഡ് ആണ്. മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെടുത്തിയല്ലാതെ അവന്റെ ഒരു വാക്കിനെയോ പ്രവർത്തനത്തെയോ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ സാധ്യമല്ല. അപ്പൊ നാം ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു മൂമിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ചെയ്താലും മതത്തിൽ ചെയ്താലും ഭൗതികമായി ചെയ്താലും അതിനൊക്കെ ഇസ്ലാമികമായിട്ടൊരു വിധി ഉണ്ടാകും അല്ലെ. ഒരു മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം അവന്റെ വാക്കുകളെല്ലാം അഞ്ചാലൊരു വിധിയുമായി ബന്ധപ്പെട്ട് കിടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. അതിൽ ഇളവൊന്നുമില്ല. രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇളവ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഭൗതിക കച്ചവടത്തിലാണെങ്കിൽ ഇളവ്, അങ്ങനെയൊന്നുമില്ല. ഏത് വിഷയത്തിലും അവൻ ഇസ്ലാമികമായിട്ടുള്ള വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് തഖ്വയുടെ വലിയ മഹത്വം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. മൻ അഹബ്ബ അൻ യകൂന അക്രമൻ നാസി ഫല്യത്തഖില്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ഒരാൾക്ക് മാറണോ, ഏറ്റവും ബഹുമാനമുള്ള ഒരാളായിട്ട് ഒരാൾക്ക് മാറണോ, അങ്ങനെ മാറണമെങ്കിൽ അവൻ ഫല്യത്തഖില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കട്ടെ, മുത്തഖിയാവട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ളവർ, ബഹുമാനമുള്ളവർ, ആദരവിനർഹർ അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. അതെന്നെ ഇവിടെ പറഞ്ഞത് മൻ അഹബ്ബ അൻ യകൂന അക്രമൻ നാസ് ഫല്യത്തഖില്ലാഹ്, ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ
ആദരവുള്ളവൻ ആകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യത്തഖില്ല, അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വമൻ അഹബ്ബ അൻ യകൂന അഖ്വൻ നാസി ഫല്യതവക്കൽ അലല്ലാഹ്. ജനങ്ങളിൽ ഏറ്റവും ശക്തനാവണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ആര് വന്ന് ഭീഷണിപ്പെടുത്തിയാലും തളരാത്ത കൽബിന്റെ ഉടമയായി, ഉറച്ച മനസ്സിന്റെ ഉടമയായി, ധൈര്യത്തോടെ താൻ നിലകൊള്ളുന്ന ആശയത്തിന് മുന്നിൽ ഒരു നിലക്കുള്ള പ്രലോഭനങ്ങളെയും വകവെക്കാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി ഒരാൾക്ക് വരണമെങ്കിൽ ഒറ്റ സംഗതി ചെയ്താൽ മതി. അവൻ ഭൗതികമായിട്ടുള്ള എന്തോ ഒരുക്കങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല. ഫല്യതവക്കൽ അലല്ലാഹ്, അവൻ അള്ളാഹുവിൽ തവക്കുലാക്കണം. അഥവാ പടച്ച റബ്ബ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുക, അതിന് അള്ളാഹു തആല വെച്ച കാരണങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെടുക, ബാക്കി എന്നെ രക്ഷപ്പെടുത്തുന്ന സംഗതിയൊക്കെ റബ്ബ് ചെയ്യും എന്ന് നിനക്ക് ഉറച്ചങ്ങോട്ട് നിന്നാൽ ആ നിൽക്കണ മനുഷ്യനെ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഖുർആൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹ്. ബഹുമാനപ്പെട്ട ഖുർആൻ, ഉഹദ് യുദ്ധം കഴിഞ്ഞു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള അവിശ്വാസികളുടെ പട അന്ന് വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഉഹദിലേക്ക് വന്നതെങ്കിലും, ബദറിന് പകരം വീട്ടാൻ വേണ്ടി വന്നതാണെങ്കിലും ഉഹദിൽ നിന്ന് അവർ ആ ഉഹദ് യുദ്ധത്തിലും തോറ്റ് പിന്തിരിഞ്ഞോടുകയാണ്. ഉഹദ് മുസ്ലിങ്ങൾ തോറ്റ യുദ്ധാന്ന് ചില സാധുക്കളെങ്കിലും പറയാറുണ്ട്. അങ്ങനെയല്ല. ഉഹദിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇടക്ക് ഒരു ചെറിയ ഷോക്ക് ഇങ്ങോട്ട് കിട്ടി എന്നതല്ലാതെ വേറൊന്നുമില്ല. യുദ്ധത്തിന്റെ ആരംഭത്തിലും യുദ്ധത്തിന്റെ ക്ലൈമാക്സും മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാണ്. അപ്പൊ അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഇളിഭ്യരായിട്ട് ബദറിൽ തോറ്റതിന് പകരം വീട്ടാൻ വന്നിട്ട് വരുമ്പോ വാസ്തവത്തിൽ ആ ബദർ യുദ്ധത്തിന്റെ കച്ചവട സംഘം എന്ന് പറയുന്ന അവരുടെ സമ്പത്ത് മുഴുവനും ഈ യുദ്ധ ഫണ്ടിലേക്ക് എല്ലാവരും സംഭാവന ചെയ്തിട്ട് അതുമായിട്ട് യുദ്ധത്തിന് വന്നതാണ്. ഈ യുദ്ധം ജയിക്കാതെ മക്കത്തേക്ക് തിരിച്ചു ചെന്ന നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്ന ബേജാറ് മനസ്സിൽ വന്നപ്പോ ഇവര് മദീനയിൽ നിന്ന് ഉഹദിൽ നിന്ന് മാറി കുറച്ച് അപ്പുറത്തൊരു സ്ഥലത്ത് ഇവർ കൂടി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കൂടിയിരുന്ന് ആലോചിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ തിരിച്ചു പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് മദീനയിൽ പോയി മുഹമ്മദ് നബിയോടും അനുയായികളോടും പകരം വീട്ടണം, അല്ലാതെ തിരിച്ചു പോകാൻ പറ്റൂല, ജയിച്ചെന്നെ പോകണം. അങ്ങനെ ഇവർ തിരിച്ചു വരാനുള്ള ആലോചന നടത്തുന്നു എന്നറിഞ്ഞപ്പോ ചില ആളുകൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതരായി പലരും പരിക്ക് പറ്റിയൊക്കെ മദീനയിലെത്തിയ മുസ്ലിമീങ്ങളോട് ചെന്നിട്ട് പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഫഖ്ശൗഹും, അതുകൊണ്ട് ഓലെ പേടിച്ചോട്ടോ, ഇനി അവരെ മുന്നിലൊന്നും ചെന്ന് പെടാതെ നോക്കിക്കോളൂ, ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ, സത്യവിശ്വാസികൾക്ക് അത് വിശ്വാസത്തിന് വർധനവുണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ഒരുക്കം അവർ നടത്തുന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അള്ളാഹുന്റെ റസൂൽ ഉഹദിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾ മാത്രം, അതും പരിക്കുപറ്റിയും അതേപോലെ തന്നെ ക്ഷീണിതരായൊക്കെ കഴിയുന്ന മുസ്ലിമീങ്ങൾ, അല്ലാത്ത ഒരാളും പുറപ്പെടരുത്, അവര് മാത്രം പുറപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നമ്മൾ മാത്രം ഇറങ്ങണം. അങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ഉഹദിലേക്ക്. അങ്ങനെ ഉഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ പിടികൂടാൻ പോവുക. റസൂലുള്ളയും സഹാബത്തും വരുന്നു എന്ന് അറിഞ്ഞോടുകൂടെ അബൂ സുഫിയാനും പാർട്ടി എന്ത് ചെയ്തു, അവരവിടുന്ന് ഉള്ളതൊക്കെ വിട്ടേച്ച് ഓടുക ചെയ്തേ. അപ്പൊ അള്ളാഹു പറയാ, ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിൻ ലം യംസസുഹും സൂഉൻ വത്തബഉ റിദ്വാനല്ലാഹ്. കണ്ടോ, അവർക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഒരു വിഷമവും അല്ലാതെ കുറച്ചുകൂടി ഗനീമത്ത് സ്വത്തുമായിട്ട് തിരിച്ചു പോരാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി. ഇതാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വമൻ അഹബ്ബ അൻ യകൂന അഖ്വൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായിട്ട് ഒരാൾ മാറണമെങ്കിൽ ഫല്യതവക്കൽ അലല്ലാഹ്, അവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവനെ തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതല്ലേ ഖുർആൻ പറഞ്ഞ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അള്ളാഹുവിൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതി, ഒരു ബേജാറിന്റെയും ആവശ്യമില്ല എന്നർത്ഥം. അതേപോലെ തന്നെ വമൻ അഹബ്ബ അൻ യകൂന അഗ്നൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഐശ്വര്യമുള്ളവനാകണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതലാളി ഞാനാണ്, ഏറ്റവും വലിയ മുതലാളി ആവണം എനിക്ക് എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യകുൻ ബിമാ ഫി യദില്ലാഹി ഔസഖ മിമ്മാ ഫി യദിഹി, അള്ളാഹുവിന്റെ അടുത്തുള്ളത് കൊണ്ട് തന്റെ അടുത്തുള്ളതിനേക്കാൾ അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. ശരിയല്ലേ? പടച്ചോന്റെ അടുത്ത് എടുത്താ തീരാത്ത അത്ര റബ്ബിന്റെ ഖജനാവിലുണ്ട്
എനിക്ക് അല്ലാഹു തആല കണക്കാക്കിയത് അവൻ തരും. അതുകൊണ്ട് തന്നെ ഞാൻ നേരും നെറിയുമില്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിന്റെ പുറകെ പോകേണ്ടവനല്ല. ഞാൻ എങ്ങനെയൊക്കെ അധ്വാനിച്ചാലും എനിക്ക് അല്ലാഹു കണക്കാക്കിയത് എനിക്ക് കിട്ടൂ എന്ന് മനസ്സിലാക്കി റബ്ബിന്റെ ഖജാനയിൽ പ്രതീക്ഷ അർപ്പിച്ച് നിന്ന അവനാണ് ഏറ്റവും വലിയ മുതലാളി. ഓനൊരു പക്ഷെ സൂപ്പർ മാർക്കറ്റ് ഒന്നും രണ്ടെണ്ണം ഒന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ അതുണ്ടെങ്കിൽ അതുള്ള മനുഷ്യനാണ് ഏറ്റവും വലിയ മുതലാളി എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഭക്തിയുള്ളവനായി ആദരവുള്ളവനായി മാറണമെങ്കിൽ അവൻ ആരാകണം? ഫല്യത്തഖില്ലാ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്നവനാവണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ തഖ്വയുടെ അവസ്ഥകൾ കടന്നു വരിക എന്ന ചർച്ചയിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവിധ മഹാന്മാരുടെ കോട്ടിങ്ങൾ ഇവിടെ പറയാണ്. ഖാല അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തഖ്വാ തർക്കുൽ ഇസ്റാരി അലൽ മഅസിയ വതർക്കുൽ ഇഗ്തിറാരി ബിത്താഅ. തർക്കുൽ ഇസ്റാരി അലൽ മഅസിയ, ദോഷത്തിന്റെ മേലിൽ സ്ഥിരമാകുന്ന അവസ്ഥ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായി ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ ആരിൽ നിന്നും പറ്റും. അല്ലാഹു തആല ഇസ്മത്ത് നൽകിയ അമ്പിയാക്കളല്ലാത്ത, ചിലപ്പോൾ റബ്ബ് ഹിഫ്ള് നൽകിയ ഔലിയാക്കളുടെ കൂട്ടത്തിലും ചിലര് അബദ്ധങ്ങളിലേക്ക് പോകാത്തവരുണ്ടാവാം. അല്ലാത്തവരിൽ നിന്നെല്ലാം എന്ത് വരാം, അബദ്ധം വരാം. അങ്ങനെ ഒരു അബദ്ധം വന്നാൽ അതുകൊണ്ട് മാത്രം അവൻ മുത്തഖി എന്ന പരിധിക്ക് പുറത്തായി എന്ന് പറയേണ്ടതില്ല. മറിച്ച് അങ്ങനെ ഒരു അബദ്ധം വന്ന ഉടനെ തന്നെ പാശ്ചാത്തപിച്ചു മടങ്ങുക എന്ന സ്വഭാവം അവൻ സ്വീകരിക്കണം. അതാണ് തർക്കുൽ ഇസ്റാരി അലൽ മഅസിയ, ദോഷത്തിന്റെ മേലിൽ സ്ഥിരമാകുന്നത് ഒഴിവാക്കുക. അപ്പൊ അബദ്ധം പറ്റിപ്പോയാൽ ഉടനെ തന്നെ പാശ്ചാത്തപിച്ച് ഇനി ഞാൻ അതിലേക്ക് പോകൂല എന്ന് തീരുമാനിച്ച് നിലവിൽ ആ ദോഷത്തുനിന്ന് മാറി പടച്ചവനെ എന്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ആത്മാർത്ഥമായി ഖേദിച്ചുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടുക. അങ്ങനെ പൊറുക്കലിനെ തേടുന്ന പ്രവർത്തനം സ്വീകരിക്കണം. അതേപോലെ ത്വാഅത്ത് കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കൽ കൊണ്ട് നമ്മൾ വഞ്ചിതരായി പോകാതിരിക്കുക. ചിലപ്പോ ചില ആളുകൾ കുറെ ഇബാദത്ത് എടുത്തെന്നിരിക്കും, കുറെ നിസ്കരിച്ചിട്ടുണ്ടാകും, ദിക്ർ ചൊല്ലിയിട്ടുണ്ടാകും, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതോടുകൂടെ അവനങ്ങ് തോന്നുകയാണെന്ത്, ഇനി ഞാൻ എന്തായാലും കുടുങ്ങൂല, ഞാൻ രക്ഷപ്പെട്ടു പോയി. ഒരിക്കലും തന്നെ തഖ്വയുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു തലക്കനം വരാൻ പാടില്ല. അവന്റെ മനസ്സിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന ചിന്ത വരാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ എന്റെ അവസാനം എങ്ങനെയാണെന്ന് കണക്കാക്കിയതെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഞാൻ ഈ ചെയ്ത ആരാധനകൾ അല്ലാഹു സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാമല്ലോ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത്. ആ ഒരൊറ്റ ആയത്ത് കണ്ടതിന്റെ പേരിൽ മാത്രം എത്രയോ മഹാന്മാര് പൊട്ടി കരഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. എന്താ കാരണം? പടച്ചോനെ, മുത്തഖീങ്ങളിൽ നീ സ്വീകരിക്കുകയുള്ളൂ. അതേസമയത്ത് മുത്തഖി എന്ന ആ മഹത്തായ കാറ്റഗറിയിൽ എനിക്ക് നീ മെമ്പർഷിപ്പ് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ലായ്മ കൊണ്ട് ഞാൻ എങ്ങനെയാ സമാധാനിക്കുക എന്ന് ചിന്തിച്ചിട്ട് പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ റമളാനിൽ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു തആല സ്വീകരിച്ചോ അതോ റിജക്ട് ചെയ്തോ എന്നറിയാതെ 6 മാസം കരഞ്ഞ മഹാന്മാരുണ്ടെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്താൽ അതിൽ വഞ്ചിതനായി പോകരുത്. ചില ഇബാദത്ത് ചെയ്യുന്നവരെ പിശാച് കുടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉണ്ടോ? എത്ര ഇബാദത്ത് ചെയ്താലും ഞാനിപ്പോ ഒരു വൈക്കായി, ഭയങ്കരമായിട്ട് എന്റെ പെർഫോമൻസ് ഉഷാറാണ് എന്നൊരു സംതൃപ്തി നമ്മളെ മനസ്സിക്ക് വരാൻ പാടില്ല. കാരണം എന്താ? ചെയ്യാന്നുള്ള പണി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് കണക്കിൽ വരണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണം. പക്ഷെ റബ്ബ് അത് സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വകുപ്പൊന്നുമില്ല. നമുക്ക് ഉറപ്പിക്കാൻ വകുപ്പില്ല. അതേസമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയാം, അത്രേ പറ്റൂ. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, സ്വീകരിച്ചു എന്ന് ഉറപ്പിക്കാൻ പാടില്ല തന്നെയാ. സ്വീകരിച്ചു എന്ന് ഉറപ്പിക്കാൻ പാടില്ല. മറിച്ച് എന്ത് വേണം? റബ്ബേ, സാധുവായ എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് നിന്റെ മഹലായ ഫضല് കൊണ്ട് അത് സ്വീകരിക്കണം എന്ന് റബ്ബിനോട് വിനീതമായിട്ട് ആവശ്യപ്പെടുക. അള്ളാഹു എന്നെ വെറുതെ ആക്കൂല എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ പറ്റുള്ളൂ. അതേസമയത്ത് ഇതെന്തായാലും സ്വീകരിക്കല്ലാതെ എവിടെ പോകാൻ അത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്ന് ചിന്തിക്കരുത് എന്ന് അതാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴാണ് എന്താവുക? ഞാൻ നല്ലോണം ചെയ്തില്ലേ, ഇനിയിപ്പോ എന്താ എനിക്ക് പേടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ ഒരു ബേജാറ് മനസ്സിൽ എപ്പോഴും നിലനിൽക്കണം. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ലാ തഅ്മൻ മക്റല്ലാഹ്,
ഹത്താ തറാ ഖദമൈക ഫിൽ ജന്ന, നിന്റെ രണ്ട് കാലും സ്വർഗത്തിൽ കാണുന്നത് വരെ നീ അള്ളാഹുവിന്റെ ശിക്ഷ നിനക്ക് വരില്ല എന്ന നിർഭയത്വം നിനക്ക് ഉണ്ടാകാൻ പാടില്ല. രണ്ട് കാലും സ്വർഗത്തിൽ കണ്ട പിന്നെ ഈ പേടിക്കേണ്ടതില്ല. കാരണം എന്താ, സ്വർഗത്തിൽ എത്തിയിട്ട് പേടിച്ചാൽ പിന്നെ സ്വർഗം ഉണ്ടാവില്ല, അതിന് സ്വർഗം എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവില്ല. രണ്ട് കാലും സ്വർഗത്തിൽ കണ്ടാൽ ഇനി അള്ളാഹു അവിടുന്ന് പിടിച്ചു പുറത്താക്കൂല. അതുവരെ നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്നോ ഇബാദത്ത് ഇത്ര ചെയ്തുകൊണ്ട് അള്ളാഹു തആല സ്വീകരിച്ചിട്ടുണ്ടാവും, ഞാൻ ഇന്ന് ഒരിക്കലും പേടിക്കേണ്ടയില്ല എന്ന ചിന്ത വരരുത്. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കഅബത്തിന്റെ പണി പൂർത്തിയാക്കിയത്. അത് ഖുർആൻ പറയണില്ലേ, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഠിനാധ്വാനം ചെയ്ത് കഅബത്തിന്റെ പണി പൂർത്തിയാക്കി. ഇന്നത്തെ പോലെയുള്ള ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും മെക്കാനിക് വകുപ്പിൽപ്പെട്ട സംരംഭങ്ങളും ഒന്നും കയ്യിലില്ലാതെ വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കഅബത്തിന്റെ പണി പൂർത്തിയാക്കിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും എത്ര വിനീതമായിട്ടാണ് പറയുന്നത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണം. കണ്ടോ, അപ്പോ അത്രക്ക് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചിട്ട് ഇത് സ്വീകരിക്കാതെ എവിടെ പോകാൻ എന്നൊരു ഉറപ്പെങ്ങാനും ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ദുആ ഉണ്ടാവില്ല. അപ്പൊ സ്വീകരിക്കുക എന്നത് പടച്ച റബ്ബിന്റെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തആല നിന്റേത് എനിക്ക് വേണ്ടടോ എന്ന് പറഞ്ഞ് അതാണ്ട് വെറും കയ്യോടെ റബ്ബ് മടക്കിയാൽ നമുക്ക് പോകാൻ മറ്റൊരു സ്ഥലമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, എന്നാ പിന്നെ ഞാൻ ഇന്ന് മുതൽ ഒന്നും ചെയ്യണില്ല, അത് സ്വീകരിക്കുന്ന ഉറപ്പില്ലെങ്കിൽ എന്നൊരിക്കലും നിരാശയും നമുക്ക് വരരുത്. മറിച്ച് നമുക്ക് എന്ത് വേണം, നമുക്ക് പ്രതീക്ഷ വേണം. അല്ലാഹു തആല എന്നെ വെറുതെ ആക്കൂല, അവൻ അവന്റെ അടിമകളോട് വലിയ കാരുണ്യമുള്ളവനാണ്. പക്ഷെ അത് ഉറപ്പിച്ചിരിക്കരുത് എന്നാ പറഞ്ഞത്. അതാ തർക്കുൽ ഇഖ്തിറാരി ബിത്താഅ എന്ന് പറഞ്ഞത്. ആരാധനാ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ വഞ്ചിതനാകരുത് എന്ന്. ചിലർ അതിലാണ്ട് കുടുങ്ങിപ്പോവും. ഞാൻ അത്രയൊക്കെ ചെയ്തില്ലേ, ഞാൻ തന്നെയാണ് ഉഷാറ് എന്ന് ചിന്ത വരും. അത് വന്നാൽ അത് തഖ്വക്കെതിരാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനുഷ്യനെ ആത്മീയമായി നശിപ്പിക്കുന്ന മൂന്ന് ദുർഗുണങ്ങൾ. ആ 3 ദുർഗുണങ്ങളിൽ ഒന്നാണ് ഇജാബുൽ മർഇ ബിനഫ്സിഹി, മനുഷ്യൻ അവനെ കുറിച്ച് മതിപ്പ് തോന്നൽ. അപ്പൊ അതില്ലാണ്ടക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അരുതായ്മകളോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരോ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ വല്ലതും വന്നുപോയാൽ ഉടനെ തന്നെ തൗബ കൊണ്ട് അത് കഴുകിക്കളയുക. ചെയ്തു പോയ ഇബാദത്തിന്റെ പേരിൽ മേനി പറയാതെ പടച്ച റബ്ബേ ഇത് നീ സ്വീകരിക്കണമെന്ന് വിനീത വിധേയരായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മനസ്ഥിതി കാത്തു സൂക്ഷിക്കുക എന്നാണ് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത്തഖ്വ അല്ലാ തഖ്താറ അലല്ലാഹി സിവല്ലാ, അള്ളാഹിനേക്കാൾ മറ്റാരെയും നീ തെരഞ്ഞെടുക്കാതിരിക്കലാണ്. ഒരു വിഷയത്തിലും റബ്ബിന്റെ പൊരുത്തം എന്നതിന് 1ാം സ്ഥാനം കൊടുത്ത് ആ റബ്ബിന്റെ പൊരുത്തമുള്ളത് എന്നതിന് മാത്രം നീ സ്ഥാനം കൊടുത്ത് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. നീ പറയണതും ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി എന്നൊരവസ്ഥ ഉണ്ടാക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും നീ പോകാൻ പാടില്ല. അതാണ് തഖ്വ. ഞാൻ ഈ പറയണത് റബ്ബിന് പൊരുത്തപ്പെടുവോ, ഞാൻ ഈ പറയണത് അല്ലാഹു തആലാന്റെ ദേഷ്യത്തിന് കാരണാവോ എന്ന് കൂലങ്കശമായി ആലോചിച്ച് അരുതായ്മകൾ നിന്റെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക എന്നതാണ്. അതേപോലെ തന്നെ വതഅലമു അന്നൽ ഉമൂറ കുല്ലഹാ ബിയദില്ലാ, കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്ന് നീ മനസ്സിലാക്കുക. കണ്ടോ, അള്ളാഹുവിനേക്കാൾ മറ്റൊന്നിനെയും നീ സ്ഥാനം കൊടുക്കാതിരിക്കുകയും കാര്യങ്ങളെല്ലാം അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുമ്പോഴും ഇതിന്റെ ഒക്കെ ഫൈനൽ അതോറിറ്റി അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കുമ്പോ ആ റബ്ബിന് ഇത് പിടിക്കുവോ, അള്ളാഹ്ക്ക് ഇത് ഇഷ്ടപ്പെടുവോ അതോ ഇഷ്ടപ്പെടില്ലേ എന്ന ഒരു ചിന്ത അവനുണ്ടാവില്ലേ. ആ ചിന്തയോടുകൂടെ പ്രവർത്തിക്കാനാണ് തഖ്വയുടെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. വഖാല ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാ യജിദൽ ഖൽഖു ഫീ ലിസാനിക ഐബാ, അല്ലാ യജിദൽ ഖൽഖു, പടപ്പുകൾ സൃഷ്ടികൾ കാണാതിരിക്കലാണ് ഫീ ലിസാനിക, നിന്റെ നാവിൽ ഐബൻ ഒരു പോരായ്മ. നിന്റെ വർത്താനങ്ങളൊക്കെ സൃഷ്ടികൾ കേൾക്കുമ്പോ ഛേ എന്താ ഇയാൾ ഇങ്ങനെ എന്നൊരവസ്ഥ സൃഷ്ടികൾക്ക് അനുഭവപ്പെടാത്ത വാക്കുകളായിരിക്കണം നീ പറയുന്നത്. നീ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാക്കുന്നതാവരുത്. വലൽ മലായികത്തു ഫീ അഫ്ആലിക ഐബൻ, മലക്കുകൾ നിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പോരായ്മ കാണരുത്.
തഖ്വയുടെ അർത്ഥം പോരായ്മ അവര് കാണരുത്. അഥവാ നിന്റെ വാക്കുകൾ ജനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം. നിന്റെ പ്രവർത്തനങ്ങൾ മലക്കുകൾ നിരീക്ഷിക്കുമ്പോൾ അതിൽ കുറവുകൾ കാണാതിരിക്കണം. മൂന്നാമത്തത് മലക്കുൽ അർശി, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണരുത്. ഫീ സിർരിക ഐബ, നിന്റെ മനസ്സിൽ ഒരു പോരായ്മ കാണരുത്. റബ്ബ് നോക്കണത് നിന്റെ മനസ്സിലേക്കാണ്. ആ മനസ്സിലേക്ക് റബ്ബ് നോക്കുമ്പോ ആ മനസ്സിൽ എന്ത് കാണരുത്? ഒരു പോരായ്മ കാണരുത്. വലിയ പ്രയാസമുള്ള സംഗതി തന്നെയാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, തഖ്വ എന്ന് പറയുന്നത് അല്ലാഹു തആല നിന്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ ആ മനസ്സിൽ അവന്റെ പൊരുത്തത്തിന് വിഘാതമാകുന്ന സംഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല. കേട്ടിട്ടില്ലേ നമ്മൾ, ബൽഖ എന്ന് പറയുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത തന്റെ മനസ്സിലേക്ക് കോറിയിടാൻ ചില കാരണങ്ങൾ ഉണ്ടായപ്പോൾ സുഖലോലുപതയിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തറഖ്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ അയാല ലികൈ അറാക ഫലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇറബാ ലമാഹന്നൽ ഫുആദു ഇലാ സിവാക. ബൽഖ എന്ന രാജ്യത്തിന്റെ അധികാരവും ചെങ്കോലും ഒഴിവാക്കി എല്ലാ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളും മനസ്സിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് റബ്ബിന്റെ പൊരുത്തം കരസ്ഥമാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഭൗതികമായ ഇതുവരെ അനുഭവിച്ച സുഖങ്ങളൊക്കെ കൈയൊഴിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അലഞ്ഞു തിരിയുമ്പോൾ അവിടുത്തെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നേരിടുമ്പോ നേരത്തെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ കൽപ്പനകളെ ധിക്കരിച്ചു നടന്നത് ശരീരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ഷമയുടെ കഷായം കുടിക്കാനുള്ള നിർബന്ധം കൊടുത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നന്നാകാൻ ശ്രമിക്കുമ്പോൾ ആ മഹാനവറുകൾ പറയണ വാക്കാണ് തഖ്വ എന്ന് പറഞ്ഞാൽ നിന്റെ വാക്കിൽ, നിന്റെ വർത്തമാനങ്ങളിൽ ജനങ്ങൾ ഒരു പോരായ്മ കാണരുത്, നിന്റെ പ്രവർത്തനങ്ങളിൽ മലക്കുകൾ ഒരു കുറവ് കാണരുത്, നിന്റെ മനസ്സിൽ അല്ലാഹു തആല കുറവ് കാണരുത്. ഇങ്ങനെ ജീവിക്കലാണ് വാസ്തവത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി മറ്റു ചില മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. മഹാനായ വാഖിദി എന്നവർ പറഞ്ഞു, അത്തഖ്വ അൻ തുസയ്യിന സിർറക ലിൽ ഹഖി കമാ സയ്യൻത ലാഹിറക ലിൽ ഖൽഖി. നിന്റെ ബാഹ്യത്തെ പടപ്പുകൾ കാണും വിധത്തിൽ നീ ഭംഗിയാക്കിയതുപോലെ നിന്റെ ഉള്ളിനെ അഥവാ നിന്റെ മനസ്സിനെ അള്ളാഹുവിന് വേണ്ടി നീ ഭംഗിയാക്കലാണ്. മനസ്സ് ഭംഗിയാക്കി അഥവാ മനസ്സിൽ വൃത്തികേടുകളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക. ഏതുപോലെ തന്നെ നിന്റെ ബാഹ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നീ വൃത്തിയായി സൂക്ഷിച്ചില്ലേ? നിന്റെ ഡ്രസ്സിൽ ചെറുതായിട്ടൊരു ചെളി വന്ന് വീണാൽ ആ ഡ്രസ്സ് മാറ്റി അപ്പൊ തന്നെ നീ പുതിയതെടുത്തിട്ടു. ചുളിവ് വീണാൽ ഉടനെ തന്നെ അത് കഴുകി ഇസ്തിരി ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കി. ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുങ്ങാൻ എത്ര സമയം നമ്മളൊക്കെ എടുക്കാറ്? പലരും ഒന്ന് ആലോചിച്ച് നോക്കണം. ഭൗതിക ലോകത്ത് ഈ ശരീരത്തിന്റെ മോടിക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യല് അല്ലേ? എന്നാൽ ഈ ശരീരം യഥാർത്ഥത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സ് അത് എത്രമാത്രം ചെളിയിലാണ്, ചേറിലാണ് കിടക്കണെന്നുള്ളത് ചിന്തിക്കലുണ്ടോന്ന്? അപ്പോ പടപ്പുകൾക്ക് വേണ്ടി നിന്റെ ശരീരത്തെ നീ ഭംഗിയാക്കിയതുപോലെ അള്ളാഹുവിന് വേണ്ടി നിന്റെ മനസ്സിനെ നീ ഭംഗിയാക്കലാണ് തഖ്വ. അഥവാ റബ്ബിന്റെ പൊരുത്തത്തിന് പറ്റാത്തതൊന്നും നിന്റെ മനസ്സിൽ ഇല്ലാത്ത വിധം മനസ്സിനെ ശുദ്ധിയാക്കലാണ് തഖ്വ. അതേപോലെ തന്നെ വയുഖാലു പറയപ്പെട്ടിട്ടുണ്ട് ചില മഹാന്മാരുടെ ഭാഗത്ത് നിന്ന്, അത്തഖ്വ അല്ലാ യറാക മൗലാക ഹൈസുനഹാക. നിന്റെ യജമാനനായ അള്ളാഹു നിന്നെ കാണാതിരിക്കലാണ് ഹൈസുനഹാക, അള്ളാഹ് നിന്നെ വിരോധിച്ചെടുത്ത്. കണ്ടോ? അത് ചെയ്യരുത്, ഇത് പറയരുത്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല കൽപ്പനകളും പല സംഗതികളും അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്കിയിട്ടുണ്ട്. ആ വിലക്കിയ സ്ഥലത്തൊന്നും നീ ഉണ്ടാവാതിരിക്കലാണ് തഖ്വ. അപ്പൊ നീ ചെയ്യുന്ന സംഗതികളെ കുറിച്ച് നീ ആലോചിക്കണം, ഇത് റബ്ബ് വിലക്കിയതാണോ അതോ അല്ലാഹു തആല അനുവദിച്ചതാണോ എന്ന്. ഒരു വാക്ക് പറയുമ്പോ നീ ചിന്തിക്കണം, ഇത് അല്ലാഹു തആല അനുവദിച്ചതാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതാണോ? വിലക്കിയതാണോ എങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. അല്ലാഹു തആല വിലക്കിയതാണോ എങ്കിൽ ഞാനത് പറയില്ല. അള്ളാഹു വിലക്കിയതാണോ അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. ഇങ്ങനെ നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹു തആല അവൻ വിലക്കിയ ഒരു സ്ഥലത്തും റബ്ബ് വിരോധിച്ച ഒരിടത്തും നിന്നെ കാണാതിരിക്കലാണ്. അതേപോലെ തന്നെ ചില മഹാന്മാർ പറഞ്ഞു, അൽ മുത്തഖി. മുത്തഖി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവൻ എന്ന് പറഞ്ഞാൽ മൻ സലക സബീലൽ മുസ്തഫ.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന റൂട്ടിൽ പ്രവേശിച്ചയാൾ. വനബദദ് ദുനിയാ വറാ അൽ ഖഫാ, ദുനിയാവിനെ പെരടിക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞയാൾ. വ കല്ലഫ നഫ്സഹുൽ ഇഖ്ലാസ വൽ വഫാ, അവന്റെ ശരീരത്തിനും മനസ്സിനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും അതേപോലെ തന്നെ വാക്ക് പാലിക്കാനുള്ള മനസ്ഥിതിയും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്നയാൾ. വജ്തനബൽ ഹറാമ വൽ ജഫാ, അള്ളാഹു തആല വിരോധിച്ച ഹറാമുകളെ കയ്യൊഴിക്കുന്നയാൾ. അതേപോലെ തന്നെ വലം യകുൻ ലിൽ മുത്തഖി, ബഹുമാനപ്പെട്ട മഹാന്മാര് രേഖപ്പെടുത്താണ്, വലൗലം യകുൻ ലിൽ മുത്തഖി ഫളീലത്തുൻ ഇല്ലാ മാ ഫീ ഖൗലിഹി തആല ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖി എന്ന കാറ്റഗറിയിലുള്ളവർക്ക് ഒരു ശ്രേഷ്ഠതയുമില്ല ഈ ആയത്തിൽ പറഞ്ഞ ഈ ഖുർആൻ മുത്തഖികൾക്ക് മാർഗദർശനാണ് എന്നതല്ലാത്ത വേറെ ഒരു ശ്രേഷ്ഠതയും മുത്തഖിക്ക് ഇല്ല എന്ന് വന്നാൽ പോലും കഫാഹു, അവന്റെ മഹത്വത്തിന് അത് മാത്രം മതി. അപ്പൊ നല്ലോണം അധ്വാനിക്കണം എന്നർത്ഥം. അധ്വാനിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യൂല, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതെ തഖ്വ കിട്ടൂല. റസൂലുള്ളാന്റെ വഴിയിൽ, മുസ്തഫ നബിയുടെ വഴിയിൽ പ്രവേശിക്കണം. ആ നബി സല്ലല്ലാഹു നിങ്ങൾ കാണിച്ചെന്ന റൂട്ട് പുൽകണം. അതേപോലെ തന്നെ ദുനിയാവിനെ പുറത്തേക്ക് തട്ടിമാറ്റണിച്ചാൽ കയ്യില് ദുനിയാവ് ഉണ്ടാവട്ടെ, അതേസമയത്ത് മനസ്സിലേക്ക് ദുനിയാവ് കയറാൻ പാടില്ല. മനസ്സിലേക്ക് ദുനിയാവ് കയറിയാൽ അതോടുകൂടെ അവന്റെ കാര്യം പോക്കാം. കാരണം എന്താ, എന്തിനോടാണോ പ്രേമം വരുന്നതെങ്കിൽ ആ പ്രേമം വന്ന സംഗതി സ്വായത്തമാക്കാൻ വേണ്ടി ഏത് തറവേലയും മനുഷ്യൻ കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ദുനിയാവിനെ മനസ്സിലേക്ക് കയറ്റുമ്പോ പിന്നെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിന്ന് മറക്കേണ്ടി വരും. രണ്ടും കൂടെ അവിടെ ഇരിക്കൂല. മുത്തഖിയായിട്ടുള്ള മനുഷ്യനാണോ ആ മനുഷ്യൻ ദുനിയാവിനെ എന്ത് ചെയ്യണം, അവന്റെ മനസ്സിന്ന് പറിച്ചെറിയണം. അതുകൊണ്ടല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞേ തന്റെ റിയാദു സാലിഹീന്റെ തുടക്കത്തിൽ, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതന നളറുഹു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ. ബഹുമാനപ്പെട്ടവർ എത്ര ഹൃദയസ്പർക്കായിട്ടാണ് ഒരു മഹാന്റെ കവിത എടുത്തിട്ട് തന്നെ റിയാദു സാലിഹീന്റെ ആരംഭത്തിൽ ഉദ്ധരിച്ചത് കോട്ട് ചെയ്ത് കാണാൻ സാധിക്കും. അവിടെ എന്താ പറഞ്ഞ, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ, ബുദ്ധിരാക്ഷസന്മാരായ ഒരു സംഘം അടിമകളുണ്ട് അള്ളാഹുവിന്. എന്താണ് അവർ ബുദ്ധിരാക്ഷസന്മാരാന്ന് പറഞ്ഞത്? തൊല്ലഖുദ് ദുനിയാ, ദുനിയാവിനെ അവർ മനസ്സിൽ നിന്ന് തൊലാക്കിൽ ഒഴിവാക്കി. കയ്യിൽ ദുനിയാവില്ല എന്നാ പറഞ്ഞതിന് അർത്ഥമല്ല. ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഒക്കെ നല്ല ബിസിനസ്സുകാരനായിരുന്നു, ചരിത്രത്തിൽ കാണൂലേ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സഹാബികളുടെ കൂട്ടത്തിന്ന് എത്ര വലിയ അറിയപ്പെട്ട ബിസിനസ്മാനാണ്. എത്ര വലിയ ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ബിസിനസ് സംഘം ഓരോ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ പിന്നെ ദിവസങ്ങൾ ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാവുക. എന്താ കാരണം? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ കച്ചവടത്തിന്റെ ലാഭത്തിന്റെ നല്ലൊരു വിഹിതവും പാവങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടാകും, അവർക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് സാധുക്കൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ 400-500 ഒക്കെ ഒട്ടകങ്ങൾ അടങ്ങുന്ന കച്ചവട സംഘം തിരിച്ചു വരുമ്പോ അവർക്ക് വേണ്ടി ഒഴുക്കി വെച്ചിട്ടുള്ള ആ സമ്പത്ത് വാങ്ങാൻ വേണ്ടി ആവേശപൂർവ്വം കാത്തിരിക്കുന്ന കഥ. എന്തൊരാവേശാണ് മദീനയിൽ ഉണ്ടാവുക എന്നാ ചരിത്രം രേഖപ്പെടുത്തണേ. പക്ഷേ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മനസ്സിലേക്ക് എന്ത് കയറ്റിയിട്ടില്ലാന്ന്, ആ ദുനിയാവ് കയറ്റിയിട്ടില്ല. ഇഷ്ടംപോലെ കാശ് കയ്യിൽ വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു ദിവസം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പ് തുറക്കേണ്ട സമയം വീട്ടിൽ വന്നപ്പോ തീന്മേശയ്ക്ക് മുകളിൽ വിഭവസമൃദ്ധമായ സദ്യ, വിഭവസമൃദ്ധമായി വീട്ടിൽ വേലക്കാരൻ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നു. പടച്ചോനെ, വലിയ മുതലാളിയായ വലിയ ബിസിനസ്മാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണത്തിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നിരുന്നപ്പോ മനസ്സ് കുറച്ച് മുന്നത്തേക്ക് ഇങ്ങനെ ചിന്തകൾ ചിറകടിച്ചു പറന്നുപോയി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഉഹദ് യുദ്ധത്തിന്റെ രംഗം. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിന്റെ പ്രഭാഷകൻ എന്ന് സ്ഥാനപ്പേര് കിട്ടിയിട്ടുള്ള, മദീനയുടെ ഓരോ വീട്ടിലും ഇസ്ലാം എത്തുന്നതിന് ഏറ്റവും വലിയ ചാലക ശക്തിയായി പ്രവർത്തിച്ച, സരസമായി സംസാരിക്കാൻ കഴിയുമായിരുന്നത് കൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ മഹിതമായ ആശയങ്ങൾ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിവുണ്ടായിരുന്ന നബിതങ്ങൾ മദീനയിൽ എത്തുന്നതിന്റെ 1 കൊല്ലം മുമ്പ് തന്നെ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി മദീനത്തേക്ക് റസൂലുള്ള നിയോഗിച്ച ആ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ മുഹാജിറുകളുടെ പതാകവാഹകനായി യുദ്ധം നയിച്ചുകൊണ്ടിരിക്കെ അബ്ദുല്ലാഹ് ഇബ്നു ഖംആ എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി ഉഹദിൽ. അങ്ങനെ മയ്യിത്ത് സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി നോക്കുമ്പോ
മക്കയിൽ വലിയ പണക്കാരുടെ കുടുംബത്തിൽ ജനിച്ച, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുക എന്നൊക്കെ നമ്മൾ പറയണ പോലെ സൗഭാഗ്യത്തിന്റെ തേരിലേറി മക്കയിൽ ജീവിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു, പക്ഷേ തനിക്കന്ന് സ്വന്തമായി ഉണ്ടായിരുന്നത് വെറും ഒരു പുതപ്പാണ്. ആ പുതപ്പ് കൊണ്ട് തലഭാഗം മറച്ചാൽ കാല് പുറത്താണ്, കാല് മറച്ചാൽ തല പുറത്താണ്. ഈ കണ്ടീഷനിൽ തലയുടെ ഭാഗത്തുനിന്ന് മറച്ചു വന്ന് കാലിന്റെ ഭാഗത്ത് ഒഴിവ് വന്ന ഭാഗത്തേക്ക് മദീനയിലുണ്ടാകുന്ന ഇദ്ഹർ പുല്ല് എന്ന് പറയുന്ന പുല്ല് വെച്ച് കെട്ടിയിട്ട് മറവ് ചെയ്യാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഒരു പരിക്കൻ പുതപ്പും ശരീരത്തിൽ ധരിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ പലപ്പോഴും അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ ജലാർദ്രങ്ങളായിട്ടുണ്ടെന്ന് ചരിത്രത്തിലുണ്ട്. കാരണം പടച്ചോനെ, എത്ര വലിയ സൗഭാഗ്യത്തോടെ ജീവിച്ചയാളാണ് മിസ്അബ്. അള്ളാഹിന്റെ ദീന് വിശ്വസിച്ചു, എന്റെ കൂടെ ഇറങ്ങിപ്പോന്നു, കുടുംബം 10 കാശ് കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വല്ലാത്ത ആത്മാർത്ഥതയോടുകൂടെ ദീനിന് പ്രവർത്തിക്കുന്നല്ലോ എന്ന സന്തോഷം കൊണ്ട് നബി തങ്ങൾ പലപ്പോഴും അവിടത്തേതായിട്ടുള്ള പരിക്കൻ ജീവിതം കണ്ട് വിഷമിച്ചിട്ടുണ്ട്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്തുപോയി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് താൻ ചിന്തിക്കുന്നത് എന്താ? പടച്ചോനെ, എനിക്ക് ജീവിതത്തിൽ വല്ല ഖൈറും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ഭൂമിയിൽ നിന്ന് തന്നെ തന്നു തീർത്തിട്ട് എന്റെ തെറ്റുകൾ മുഴുവനും പരലോകത്ത് വിചാരണക്ക് വേണ്ടി നീ മാറ്റിവെച്ചോ. അതേ സമയത്ത് എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്നു എന്റെ മുൻഗാമിയായ മിസ്അബ് ബിൻ ഉമൈർ. ആ മിസ്അബിനെ മറവ് ചെയ്യുന്ന സമയത്ത് ശരീരം മൊത്തം പുതക്കാനുള്ള ഒരു കഫൻ തുണി പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. അഥവാ അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും അതിന്റെയൊക്കെ പ്രതിഫലം പരലോകത്തേക്ക് നീ മാറ്റിവെച്ച് പരീക്ഷണങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ കഷ്ടപ്പാടുകൾ ഈ ഭൂമിയിൽ കൊടുത്തുകൊണ്ട് റബ്ബേ, അദ്ദേഹത്തിൽ നിന്ന് വല്ല അരുതായ്മയും വന്നെങ്കിൽ അത് ഇവിടുന്ന് തന്നെ പൊറുപ്പിച്ചിട്ട് പരലോകത്തേക്ക് നന്മയുടെ പ്രതിഫലം മാത്രം നീ കാത്തുവെച്ചില്ലേ. അതേ സമയത്ത് സാധുവായ ഞാനിപ്പൊന്ന് വീട്ടിലേക്ക് വരുമ്പോ തീന്മേശയ്ക്ക് മുകളിൽ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ വല്ല നന്മയും ചെയ്തെങ്കിൽ അതിന്റെ പ്രതിഫലം ഭൂമിയിൽ നിന്ന് തന്നു തീർത്തിട്ട് എന്റെ തെറ്റുകൾക്കുള്ള വിചാരണ മാത്രം പരലോകത്തേക്ക് നീ മാറ്റിവെച്ചോ എന്ന് ചിന്തിച്ച് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്ന് മാത്രമല്ല, അന്നവിടെ നിരത്തിവെച്ച ഭക്ഷണത്തിൽ നിന്ന് അല്പം പോലും താൻ കഴിച്ചില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിലേക്ക് ദുനിയാവ് കയറ്റാതിരുന്നാൽ കയ്യിൽ എത്രയും വരട്ടെ, കീശയിൽ എത്രയും ഉണ്ടാവട്ടെ, പക്ഷെ ദുനിയാവിന്റെ പ്രൗഢിയും പവറും ലഭിക്കുമ്പോ അതിൽ നമ്മൾ അങ്ങോട്ട് മുഴുകുന്നൊരവസ്ഥ, അത് എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് മുത്തഖിക്ക് പറ്റില്ല. അതാണ് വനബദ ദുനിയ വറാ അൽ ഖഫാ. പെരടിക്ക് പുറത്തേക്ക് ദുനിയാവിനെ വലിച്ചെറിയണച്ചാൽ കീശയിൽ കാശുണ്ടെങ്കിൽ അതെടുത്തിട്ട് റോട്ടിക്ക് എറിയണമെന്നല്ല, മറിച്ച് മനസ്സിലേക്ക് അത് കയറ്റരുത്. എന്തേ ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ അത് മനസ്സിലേക്ക് കയറ്റാതിരിക്കാൻ കാരണം? അവര് പണിയെടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, കച്ചവടം ചെയ്യുന്നത് നല്ല കാര്യമെന്ന് റസൂല പറഞ്ഞിട്ടുണ്ട്, കൃഷി ചെയ്യുന്നത് വലിയ പവറുള്ളതാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ ആവശ്യത്തിനുള്ളത് സമ്പാദിച്ചുണ്ടാക്കി അവരവന്റെ കൈ കൊണ്ട് അധ്വാനിച്ചെന്ന് ഭക്ഷണം കഴിക്കണേന പവർ എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ പറഞ്ഞതിനെതിരല്ല. ഇപ്പൊ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ജോലിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി നമ്മൾ പണിക്ക് പോകണില്ല നാളെ മുതൽ എന്ന് പറയാനല്ല ഈ പറഞ്ഞ്, മറിച്ച് ദുനിയാവ് മനസ്സിലുണ്ടാവണ്ടെന്നാണ്. അതാണ് മഹാന്മാര് പറയണത്. എന്ത് അവര് രേഖപ്പെടുത്തുന്നത് അൽ മുത്തഖി. മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാ? മൻസലക സബീൽ അൽ മുസ്തഫ. മുസ്തഫായ നബിതങ്ങൾ കാണിച്ചു തന്ന റൂട്ടിലേക്ക് പ്രവേശിക്കണം. വനബദ ദുനിയ വറാ അൽ ഖഫാ. പെരടിക്ക് പുറത്തേക്ക് ദുനിയാവിനെ വലിച്ചെറിയണം. വകല്ലഫ നഫ്സഹുൽ ഇഖ്ലാസ വൽ വഫാ. വാക്ക് പാലിക്കാനും അതേപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആത്മാർത്ഥത പാലിക്കാനും ശരീരത്തെ നിർബന്ധിക്കണം. വജ്തനബൽ ഹറാമ വൽ ജഫാ. തെറ്റുകളെയും അനാവശ്യമായ പിണക്കങ്ങളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഈ ഗുണങ്ങളുള്ളവരാണ് മുത്തഖി എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഖുർആനിൽ ഇപ്പൊ ഇവിടെ ഹുദല്ലിൽ മുത്തഖീൻ എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. എന്നാൽ ഖുർആനെ കുറിച്ച് തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞ എന്താ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനം എന്ന് അവിടെ അള്ളാഹു പറഞ്ഞത്. ഈ രണ്ട് ആയത്തുകളും തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മുത്തഖീങ്ങൾക്കാണ് മാർഗദർശനം എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് ജനങ്ങൾക്കൊക്കെ മാർഗദർശനം എന്ന് പറയുന്നു. ഇത് തമ്മിൽ പ്രഥമ ദൃഷ്ട്യ ഒരു പൊരുത്തക്കേടില്ലേ എന്ന ചർച്ചയിൽ റാസി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് എന്താണ്?
ഇവിടെ പറയണത് ഫഹാദാ യദുല്ലു അലാ അന്നൽ മുത്തഖീന ഹും കുല്ലുന്നാസ്. മുത്തഖി ആയോനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. മുത്തഖി ആയോനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. ഫമൻ ലാ യകൂനു മുത്തഖിയൻ കഅന്നഹു ലൈസ ബിഇൻസാൻ. മുത്തഖി അല്ലാത്തവൻ യഥാർത്ഥത്തിൽ മനുഷ്യനല്ലാന്ന്. കാരണം എന്താ? ഒരു മനുഷ്യന്റെ മനുഷ്യത്വം ശരിക്കും സജീവമാക്കി നിലനിർത്താനുള്ള സംഭവങ്ങളും അതിനു വേണ്ട പ്രചോദനങ്ങളും കിട്ടണമെങ്കിൽ അവൻ മുത്തഖി ആവണം. അല്ലാത്തവരുടെ ഒക്കെ കാര്യത്തിൽ വലിയ വലിയ കുഴപ്പങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നാണ്. അല്ലാതെ അത് രണ്ടും തമ്മിൽ രണ്ട് രൂപത്തിൽ പറഞ്ഞതല്ല. അപ്പൊ എത്ര വലിയ ഗൗരവതരമായിട്ടുള്ള ഉപദേശമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അനി തഖ്വ, തഖ്വയെ സംബന്ധിച്ച് എന്താണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, എന്താണ് ഉബയ്യ് തഖ്വ എന്ന് പറഞ്ഞാൽ? അപ്പൊ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത്, ഹൽ അഖൽത തരീഖൻ ദാ ശൗഖിൻ. ഒരു മറുചോദ്യമായിരുന്നു കേട്ടോ. ചിലപ്പോ ചോദ്യം ചോദിച്ചാലും മറുചോദ്യം ചോദിച്ചാൽ അതെന്താ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കണമെന്ന് ചോദിക്കേണ്ടതില്ല, അത് ചിലപ്പോ ഉണ്ടാവും. ഒരു മറുചോദ്യം ഉമർ റളിയല്ലാഹു അൻഹു അതിനോട് തിരിച്ചു ചോദിച്ചു. എന്താ മറുചോദ്യം? നിങ്ങള് മുള്ളുള്ള വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മുള്ള് നിറഞ്ഞ വഴി, കല്ലും മുള്ളൊക്കെ നിറഞ്ഞ വഴി ഉണ്ടാവില്ലേ, സുഖകരമല്ലാത്ത വഴി, ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കാലനാം, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ സഞ്ചരിച്ചിട്ടുണ്ട്. കാല. അപ്പോ ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാ അമിൽത ഫീഹി, ആ വഴിയിൽ പ്രവേശിക്കുമ്പോ എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കൽ, അവിടെ നിങ്ങൾ എന്താ ചെയ്യല്? കല്ലും മുള്ളുള്ള വഴിയിൽ പ്രവേശിക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്യാറ് എന്ന് ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിപ്പോ എന്താ, തശമ്മർത്തു വഹദർത്തു, ഞാൻ ശരിക്കും അലർട്ടായി വല്ല മുള്ളും എന്റെ കാലിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ച് ശരിക്കും ഞാൻ എന്താകും, ഒരു കരുതലോടുകൂടെ നടക്കും. ഈ വഴി മുള്ളു നിറഞ്ഞ വഴിയാണ്, അന്തല്ലാതെ നടന്നാൽ കാലുമ മുള്ളു കയറും. അതുകൊണ്ട് മുള്ളു കാലിൽ കുത്താതിരിക്കാൻ വേണ്ടി ശരിക്കും ഞാൻ എവിടെയാ മുള്ളുള്ളതെന്ന് നോക്കി ആ മുള്ളു ശരീരത്തിൽ കാലിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പരിശ്രമം നടത്തി പ്രത്യേകം അലർട്ടായിട്ട് നടക്കും ഞാൻ. കാല ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫദാലിക തഖ്വ, അതന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞത്. അതായത് അതന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ഈ മൊത്തം ജീവിതം തന്നെ ഒരു മുള്ളു നിറഞ്ഞ വഴിയാണ് എന്ന് മനസ്സിലാക്കുക. സാധാരണ ശരിക്കുമുള്ള റിയൽ മുള്ളു നടന്ന വഴിയിലൂടെ പോകുമ്പോ കാലിൽ മുള്ളു കൊള്ളാതിരിക്കാൻ എത്രത്തോളം എന്താകുന്നു, ജാഗ്രത പാലിക്കുന്നുവോ, അതേപോലെ ഈ ജീവിതം മൊത്തവും എന്താണ് എന്ന് മനസ്സിലാക്കുക. ഈ ജീവിതം മൊത്തവും മുള്ളു നിറഞ്ഞതാണ്. അഥവാ തെറ്റുകുറ്റങ്ങളും ഫിത്നയും കുഴപ്പങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളും തെറ്റായ ചിന്താഗതികളും അതുപോലെ തന്നെ മനുഷ്യനെ നന്മയിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് പൈശാചിക ദുർബോധങ്ങളും ശക്തമായി തിമർത്താടിക്കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവെന്ന് പറയുന്നത് മൊത്തം മുള്ളു നിറഞ്ഞ വഴിയാന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ വഴിയിലൂടെ നടക്കുമ്പോ നന്മക്ക് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു മുള്ള് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ശ്രദ്ധിക്കാൻ വേണ്ട പ്രത്യേകമായ ജാഗ്രത നിങ്ങൾ പാലിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ആശയം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നുൽ മുഅ്തസിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഒരു പദ്യം ഉണ്ടാക്കി എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഖല്ലിദ്ദുനൂബ സഗീറഹാ വകബീറഹാ ദാകത്തുഖാ വസ്നാ കമാശിൻ ഫൗഖ അർളി ശൗഖി യഹ്ദറു മാ യറാ ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസാ. ഇപ്പറഞ്ഞ ആശയം വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയാണ്, ഖല്ലിദ്ദുനൂബ സഗീറഹാ വകബീറഹാ, ദോഷങ്ങളെ മൊത്തം നീ കയ്യൊഴിക്കണം സഹോദര, സഗീറഹാ വകബീറഹാ, ആ ദോഷങ്ങളിൽ നിന്ന് ചെറിയത് വലിയത് എന്ന വ്യത്യാസം അതിൽ വേണ്ട. നമ്മളോടൊക്കെ ഉള്ള വലിയൊരു ഉപദേശമാണിത്. ഇപ്പൊക്കെ അങ്ങനെയാ, കടുത്ത ഹറാമുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അത് കറാഹത്തല്ലേ ഉള്ളൂ എന്നാ ചിലതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കല്. ഹറാം എന്നെന്ന് ഉറപ്പിച്ചു പറഞ്ഞിക്കണോ? എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു നടക്കും. ഇപ്പൊ എന്നോടൊക്കെ തന്നെ ചില ആളുകൾ ചോദിക്കുമ്പോ ചിലപ്പോ ദേഷ്യം വരും നമുക്ക്. എന്താ ചോദ്യം? എനിക്ക് ഇന്നൊരു സംഗതി ചെയ്യണം, അപ്പൊ അത് എന്താ അതിന്റെ വിധി? അത് പറ്റൂല എന്ന് പറഞ്ഞാ ഉടനെ മൂപ്പരടുത്ത്, അല്ല സാർ ഏതെങ്കിലും മദ്ഹബിലുണ്ടോന്ന്, മനസ്സിലായില്ലേ? ഏതെങ്കിലും മദ്ഹബിലുണ്ടോ എന്നാ ചോദിക്കുക, മനസ്സിലായേ? അപ്പൊ ഇയാളെന്തായാലും ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും.
പക്ഷെ എവിടെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താക്കണം, അതാണ്ട് മാതൃക കിട്ടെ, അത് അവിടെ പറഞ്ഞുകണല്ലോ ഇവിടെ പറഞ്ഞുകണല്ലോ എന്ന് പറയാനാണ്. ഈ മൈൻഡ് വാസ്തവത്തിൽ ശരിയല്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അതായത് ഭയങ്കര ഗൗരവത്തിൽ വിരോധിക്കപ്പെട്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എന്നർത്ഥം. വിരോധം വന്നോ, ആ വിരോധം വന്നാൽ, നേരത്തെ നമ്മൾ SSFന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് മഹാനായ സുലൈമാൻ ഉസ്താദ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ, നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ കേട്ടില്ലേ. ഒരു സംഗതി പറയുമ്പോ സുന്നത്താണോ വാജിബാണോ എന്ന് ചെയ്യാൻ കൽപ്പനയുള്ളതിന് നമ്മൾ വേർതിരിക്കണ്ട. റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ടോ, മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ, ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ, എന്നാ പറഞ്ഞതൊക്കെ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയെ നമ്മൾ പാലിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എത്രയോ സുഹൃത്തുക്കള്, നമ്മളെ സജീവ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരന്നെ ആയിട്ടുള്ള കുറെ സുഹൃത്തുക്കൾ, എത്ര പറഞ്ഞാലും നിസ്കരിക്കുമ്പോ തല തുറന്നിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമ്മളാരും എന്തായാലും തല തുറന്നിട്ട് നിസ്കരിക്കല് അത് സുന്നത്തിനെതിരാണെന്ന് അറിയാത്ത ആൾക്കാരല്ലല്ലോ, അത് സുന്നത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരനല്ലേ. എന്നാൽ 100 ദിർഹമിന്റെ അല്ലെങ്കിൽ 250 ദിർഹമിന്റെ പാന്റും ഷർട്ടും ഒക്കെ ധരിച്ചിട്ടുള്ള ആള് 2.25 ഉറുപ്പിയുടെ ഒരു തൊപ്പി വാങ്ങാൻ അവന് കഴിയായിട്ടല്ല, അല്ലെങ്കിൽ 2 ദിർഹമിന്റെ ഒരു ടവല് വാങ്ങി കയ്യിൽ വെക്കാൻ സൂക്ഷിക്കാൻ അവന് സാധിക്കാഞ്ഞിട്ടല്ല, മറിച്ച് അവനത് മൈൻഡ് ചെയ്തിട്ടില്ല. വൈ, അത് സുന്നത്തല്ലുള്ളൂ, മനസ്സിലായോ, അത് സുന്നത്തല്ലുള്ളൂ. ഒരിക്കലും അത്തരം ഒരു മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സുന്നത്ത് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ കൽപ്പന ഉള്ളതെന്നല്ലേ, അള്ളാന്റെ റസൂലിന്റെ കൽപ്പന ഉള്ളത് എന്നല്ലേ പ്രിയപ്പെട്ട സുഹൃത്തെ. നബിതങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പിച്ച സംഗതി എടുക്കുക എന്നുള്ളിടത്തല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് സുലൈമാൻ ഉസ്താദിന്റെ ആ ഉപദേശം അന്ന് കേട്ടപ്പോ വാസ്തവത്തിൽ അത് ആ രൂപത്തിൽ തന്നെ എല്ലായിടത്തും പറയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്നു മാത്രമല്ലല്ലോ, ഒരു സംഗതി ഒരു സുന്നത്തുണ്ടെങ്കിൽ ആ സുന്നത്ത് നമ്മൾ ഒഴിവാക്കിയാൽ പരലോകത്തതിന് ശിക്ഷ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലൗമ് ഉണ്ടാവുന്നല്ലേ മഹാന്മാർ രേഖപ്പെടുത്തിയേ. ലൗമ് പറഞ്ഞെന്താ, ഒരാക്ഷേപം, എടോ എന്തുകൊണ്ട് താനെ ചെയ്തില്ല. പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നിന്ന് അത്തരം ഒരു ആക്ഷേപത്തിന്റെ ഒരൊറ്റ വാക്ക് കേട്ടാൽ നിന്ന് ഉരുകിപ്പോവും നമ്മൾ. അതുകൊണ്ട് സുന്നത്തല്ലേ ഉള്ളൂ എന്ന പ്രയോഗം ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഒരു സുന്നിയുടെ നാവെന്ന് വരാൻ പാടില്ല. സുന്നത്തുണ്ടോ, സുന്നത്തുണ്ടെങ്കിൽ ഞാനത് എടുത്തേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് നമ്മൾ എത്തണം. ശരിയല്ലേ, ചെയ്തില്ലെങ്കിൽ കുറ്റല്ല എന്ന് പറഞ്ഞ ആനുകൂല്യം എടുക്കാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് റസൂലുള്ള അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നാ ഞാനത് ചെയ്യണം എന്നിടത്തേക്ക് എത്തണം. അതാണ് തഖ്വയുടെ പൊരുൾ. അതേപോലെ ചില സംഗതികൾ അത് ഹറാമാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചോദിക്കലുണ്ട് ചിലർ. കറാഹത്തും വിരോധിച്ചതല്ലേ, ചെയ്യരുത് എന്ന് പറഞ്ഞതല്ലേ മുത്തുനബിയുടെ നാവുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കൽപ്പനയിൽ, അല്ലേ. അപ്പൊ ആ മുത്തുനബിയുടെ കൽപ്പനയിൽ അങ്ങനെ ചെയ്യരുതെന്നൊരു വിലക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിക പ്രമാണങ്ങൾ ചെയ്യരുതെന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശത്തിനല്ലേ നമ്മൾ വില കൊടുക്കേണ്ടത്. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്തില്ലെങ്കിൽ കുറ്റുണ്ടാവൂലേ, അതല്ല ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഗതി എന്തിനാ ചെയ്തത് എന്നത് ചിന്തിക്കണം. അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അതാ പറഞ്ഞത് എന്ത്, ഈ ദുനിയാവ് എന്തിന്റെ സ്ഥലാണ്, തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും അരുതായ്മകളുടെയും മുള്ളുകൾ നിറഞ്ഞ ഭൂമിയാണിത്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് മനുഷ്യന്മാർ എന്തു ചെയ്യണം, അവർ മുള്ളുള്ള ഒരു സ്ഥലത്തുകൂടെ നടക്കുമ്പോൾ കാലിൽ മുള്ളു കൊള്ളാതിരിക്കാൻ എത്ര ശ്രദ്ധിക്കുമോ അതേപോലെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ചെറുദോഷങ്ങൾ വൻദോഷങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ദോഷങ്ങളെയും നീ ഒഴിവാക്കണം. അതാണ് സഹോദര തഖ്വ എന്ന് പറയുന്നത്. എന്നിട്ടോ വഹദർ വസ്ന നീ ചെയ്യണം, നീ പ്രവർത്തിക്കണം. കമാഷിൻ ഫൗഖ അർളി ഷൗക്കി, മുള്ളുള്ള ഭൂമിയുടെ പുറത്തുകൂടെ നടക്കുന്നവനെ പോലെ. അങ്ങനെ ഭൂമിയുടെ പുറത്തുകൂടെ നടക്കുമ്പോൾ യഹ്ദറുമായറ, അവൻ കാണുന്ന മുള്ളുകളൊക്കെ അവൻ സൂക്ഷിക്കും. ആ മുള്ളന്റെ കാലിൽ കൊള്ളരുതെന്ന ജാഗ്രത അവനുണ്ടാകും. അതേപോലെ ഭൂമിയിലൂടെ നടക്കുമ്പോ ചെറുത് വലുതെന്ന വ്യത്യാസം നീ കാണണ്ട. തെറ്റാണോ അത് ഒഴിവാക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കണം. ലാ തഹ്ഖിറന്ന സഗീറതൻ, ചെറുദോഷത്തെയും നീ നിസ്സാരായി കാണണ്ട. അത് ചെറുദോഷമല്ലേ ഉള്ളൂ എന്ന് നീ പറയണ്ട, നീ അങ്ങനെ ചിന്തിക്കണ്ട. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസാ, വലിയ വലിയ പർവ്വതങ്ങൾ കുറെ കല്ലുകൾ കൂടിയതല്ലേ. ഇപ്പൊ കല്ലിന്റെ കഷ്ണങ്ങൾ ഓരോ ഭാഗം മുറിച്ചെടുത്ത ചെറിയ ചെറിയ കഷ്ണങ്ങളേക്കും. പക്ഷെ അതൊക്കെ കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ എന്താകും, ഒരു കരിമ്പാറക്കൂട്ടമായിട്ട് അത് മാറുന്നില്ലേ. എന്ന പോലെ ചെറിയ ചെറിയ ഒരുപാട് ദോഷങ്ങൾ
നിന്റെ ജീവിതത്തെ അങ്ങേയറ്റം മുടിപ്പിക്കാനും നശിപ്പിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ തെറ്റുകളെയും സൂക്ഷിക്കുന്ന സ്വഭാവമാണ് നീ ജീവിതത്തിൽ പുലർത്തേണ്ടത്. ചുരുക്കത്തിൽ അങ്ങനെ നല്ലതിനെ ശ്രദ്ധിച്ചും നല്ല കാര്യങ്ങൾ ചെയ്തും തെറ്റുകളെ ഉപേക്ഷിച്ചും ജീവിക്കാൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലാ യബ്ലുഗുൽ അബ്ദു ദറജത്തൽ മുത്തഖീന, മനുഷ്യന്മാര് മുത്തഖീങ്ങൾ എന്ന സ്ഥാനത്തേക്ക് എത്തൂല, ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി, തെറ്റില്ലാത്തതന്നെ ഒഴിവാക്കുന്നത് വരെ, ഹദറം മിമ്മാ ബിഹിൽ ബഅസു, തെറ്റുള്ളതിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട്. സംഗതി തെറ്റല്ല, അങ്ങനെ തന്നെ ഒഴിവാക്കുക. എന്തിനു പേടിച്ചിട്ട്? ഹദറം മിമ്മാ ബിഹിൽ ബഅസു, തെറ്റുള്ള സംഗതികളിൽ പെട്ടുപോകുന്നു പേടിച്ചിട്ട്. സൂക്ഷ്മതയുടെ റൂട്ട്, ആ റൂട്ട് സ്വീകരിക്കുന്നവനാണ് മുത്തഖി. അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അവസ്ഥ, അതാണ് മുത്തഖി. അതുകൊണ്ട് അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അഥവാ തെറ്റുകൾ ജീവിതത്തിൽ പറ്റിപ്പോയാൽ ആ പറ്റിപ്പോയ തെറ്റുകൾ അപ്പൊ തന്നെ മാപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി തൗബയുടെ മനസ്ഥിതി സ്വീകരിക്കണം. കഴിഞ്ഞ റമദാൻ 27 തൗബ ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത 27 ആവട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. ഒരബദ്ധം നമ്മിൽ നിന്ന് പറ്റിയാൽ അപ്പൊ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളും, നമ്മുടെ കൈ എവിടെയൊക്കെയാണ് നമ്മൾ ഈ മൗസുമായിട്ട് പോണത്, എന്തൊക്കെ ടെക്സ്റ്റുകളാണ് നമ്മൾ അടിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കമന്റുകൾ പറയുന്നത്, ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ വൃത്തികെട്ട ക്ലാസ് റൂമുകളിൽ കയറിയിരുന്ന് നമ്മുടെ ചെവി പോലും ദുഷിച്ചു പോകുന്ന അവസ്ഥയുള്ളിടത്തേക്ക്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമീങ്ങളെ കൊത്തിവലിക്കുന്ന സദസ്സുകളിലേക്ക്, അതേപോലെ തന്നെ ബിദ്അത്തിന് മെജോറിറ്റി കിട്ടുന്ന വേദികളിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മൾ പോയിട്ട് നമ്മുടെ ഈമാൻ നമ്മൾ തകർത്തുകൂടാ. ഇതൊരു വല്ലാത്ത സംഗതിയായിട്ട് കാണേണ്ടതാണ്. അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം അത് അതിന്റെ ഫലം നൽകാൻ തീരുമാനിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ മുത്തഖീങ്ങൾക്കാണെന്ന് അല്ലാഹു തആല പറയുന്നു. ഇനി അപ്പൊ അതാണ് ദാലിക്കൽ കിതാബ്, ഇതാണ് മഹത്തായ ഗ്രന്ഥം. ലാ റൈബ ഫീ, ഇതിലൊരു സംശയത്തിനും അവകാശമല്ല. അള്ളാഹുവിൽ നിന്നുള്ളതാണത്, അതിലുള്ളതെല്ലാം സത്യമാണ്. ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് അത് മാർഗദർശനവുമാണ് എന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ആ മുത്തഖികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചില പ്രധാനപ്പെട്ട ഗുണങ്ങളെ അള്ളാഹു വിശദീകരിക്കുകയാണ്. തുടർന്ന് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ആ മുത്തഖികൾ ആരാണ്? അവർ അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അദൃശ്യം സത്യമാണെന്ന് സമ്മതിക്കുക. യുഅ്മിനൂന വെച്ചാൽ അത്തസ്ദീഖു ബിൽ ഖൽബ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളെ, സാങ്കേതികമായി ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളെ അത് മാനസികമായി അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുക, അത് സത്യമാണെന്ന് മനസ്സുകൊണ്ട് സമ്മതിക്കുക. അദൃശ്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവർ. വയുഖീമൂന സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരുമാണ് അവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവാക്കുന്നവരുമാണ് അവർ. ഇവിടെ ഇപ്പൊ 3 സംഗതിയാ പറഞ്ഞു. ഒന്ന് ഗൈബ് കൊണ്ട് വിശ്വസിക്കുക, രണ്ടാമത്തെ നിസ്കാരം നിലനിർത്തുക, മൂന്നാമത്തത് അല്ലാഹു തആല നൽകിയതിൽ നിന്ന് ചെലവാക്കുക. വിവിധ അർത്ഥതലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്നാമത്തത് ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുക. എന്താ ഇപ്പൊ ഗൈബ് വെച്ചാൽ? ധാരാളം വിശദീകരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഒരു സംഗതി ഗൈബാകുക എപ്പോഴാ? ഒരു സംഗതി ഗൈബാകുന്നത് പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതും പ്രഥമ ബുദ്ധി അത് അങ്ങനെ വരുന്നതാണ് എന്ന് സമ്മതിക്കാത്തതുമായിട്ടുള്ള കാര്യം, അതിനാണ് എന്തെന്ന് പറയാ? ഗൈബ് എന്ന് പറയാന്നാണ്. പഞ്ചേന്ദ്രിയങ്ങൾ സാധാരണ അറിവിന് നമ്മൾ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ് 5 ഇന്ദ്രിയങ്ങൾ. കേട്ടറിവ്, കണ്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ് എന്ന് പറയുന്ന 5 അറിവ്. ആ 5 അറിവുകൾക്ക് പിടികിട്ടാത്തതും എന്നാൽ പ്രഥമ ബുദ്ധി അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് സമ്മതിക്കാത്തതുമായിട്ടുള്ള സംഗതികളൊക്കെ ഗൈബാണ്. ആ ഗൈബിന്റെ കൂട്ടത്തിൽ ധാരാളം സംഗതികൾ ബഹുമാനപ്പെട്ട ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ച സംഗതികളൊക്കെ അതിന്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാൻ നിൽക്കാതെ അംഗീകരിക്കുക. കണ്ടതേ വിശ്വസിക്കൂ എന്ന് പറയണം. വിവരക്കേട് ഇപ്പോഴും ചില ആളുകളൊക്കെ പറയാറുണ്ട്, നമ്മളത് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനല്ല, കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല, അത് വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്
ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഗൈബിന്റെ വിശദീകരണം പല രൂപത്തിലും മഹാന്മാര് വിശദീകരിക്കുമ്പോൾ അല്ലാഹു തആല തന്നെ ആ ഗൈബിന്റെ ഭാഗമാണ്. അഥവാ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, അള്ളാഹു എങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കാത്ത റബ്ബിനെ കൊണ്ടുള്ള വിശ്വാസം അടക്കം, അതുപോലെ തന്നെ പിന്നെ ബർസഖി ജീവിതത്തിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ അടക്കമുള്ള സംഗതികൾ. അതാണ് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത് കാണാം. അൽ ഗൈബു കുല്ലു മാ അഖ്ബറ ബിഹി റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. എങ്ങനത്തെ കാര്യങ്ങൾ? മിമ്മാ ലാ തഹ്തദി ഇലൈഹിൽ ഉഖൂലു, ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത, ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അഥവാ നമ്മുടെ അറിവിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടുന്ന 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാത്തതായി റസൂലുള്ള പറഞ്ഞു തന്നിട്ടുള്ള സംഗതികൾ. അതെന്താ? മിൻ അശ്റാത്തി സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ, അതേപോലെ തന്നെ വഅദാബിൽ ഖബരി, ഖബർ ശിക്ഷ, വൽ ഹശ്രി വന്നശ്രി, മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടൽ, മഹ്ശറിലെത്തിയതിനു ശേഷം ആളുകളൊക്കെ കൂടെ ഒരുമിച്ച് കൂടി നിൽക്കൽ, വസ്സിറാത്തി, ജഹന്നം എന്ന നരകത്തിന്റെ മീതെ സ്ഥാപിച്ചിട്ടുള്ള സിറാത്ത് എന്ന പാലം, വൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന തുലാസ്, വൽ ജന്നത്തി വന്നാർ, സ്വർഗം നരകം, ഇങ്ങനെയുള്ള സംഗതികൾ. ഈ സംഗതികളെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തതുകൊണ്ട് വിശ്വസിക്കൂല എന്ന് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിവിടെ വളരെ പ്രധാനപ്പെട്ട കുറെ നിരീക്ഷണങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബൈലാവി റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ചും വിശേഷിച്ചിവിടെ അല്ലദീന യുമിനൂന ബിൽ ഗൈബി എന്നതിന് ഒരർത്ഥം ഞാൻ പറഞ്ഞു, അദൃശ്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുക, അഥവാ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത സംഗതികൾ, ആ സംഗതികൾ വിശ്വസിക്കുക എന്നാണെന്ന് നാം പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ സംഗതികളൊക്കെ വിശ്വസിക്കണം. അള്ളാഹിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവോ? ഉണ്ടാകും എന്നെ വിശ്വസിക്കുക. അത് മനസ്സുകൊണ്ട് സമ്മതിക്കുക എന്നാണ് എന്തിന്റെ അർത്ഥം? യുമിനൂന ബിൽ ഗൈബി പറഞ്ഞാൽ അതെങ്ങനെ ഇതൊക്കെ ഒന്നായിട്ടാണ് ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞത് എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പറയേണ്ട കാര്യമില്ല. വിശ്വാസി പറഞ്ഞത് അവൻ സമർപ്പിക്കുന്നവനാണ്. നബിതങ്ങൾ എന്തു പറഞ്ഞു ആ പറഞ്ഞെടുത്ത് നിൽക്കണം. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാഹിന്റെ റസൂല് കൊണ്ടുവന്നത് എന്തോ അത് നിങ്ങൾ സ്വീകരിക്കണം, നബി സല്ലല്ലാഹു നിങ്ങൾ വിരോധിച്ചത് എന്തോ അത് നിങ്ങൾ കൈയൊഴിക്കണം. ഇതാണ് ഇതിന്റെ ഒരു ആശയം. ഇനി ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹുവിടെ മറ്റൊരു തഫ്സീർ പറയുന്നത് കാണാം. അല്ലദീന യുമിനൂന ബിൽ ഗൈബിച്ചാൽ അദൃശ്യം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ യുമിനൂന ഗായിബീന അൻകും, അവർ നിങ്ങളുടെ അടുത്തില്ലെങ്കിലും അവർ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. ലാക്കൽ മുനാഫിഖീന, അവർ മുനാഫിഖീങ്ങളെ കപടന്മാരെ പോലെയല്ല. അല്ലദീന യഖൂലൂന, അവർ പറയല്ലോ ഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ, വിശ്വാസികളെ കണ്ടാൽ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവരുടെ പിശാചുക്കളുടെ അടുത്തേക്ക് ചെന്നാലോ അവരെന്താ പറയാ? ഇന്നമാക്കും, ഞങ്ങൾ നിങ്ങളൊപ്പാണ്, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ വിശ്വാസികളെ കളിയാക്കിയതായിരുന്നു എന്ന് പറയും. അപ്പോ നമ്മൾ പരിസരത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ആള് എന്നാണ്. ഇനി മറ്റൊരു നിരീക്ഷണം ബഹുമാനപ്പെട്ട ബൈലാവി ഇമാം എന്നെ നടത്തിയത് കാണാൻ പറ്റും. അല്ലദീന യുമിനൂന ബിൽ ഗൈബി ബിൽ ഖൽബി, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അതായത് യുമിനൂന ബി ഖുലൂബിഹിം ലാ ബി അഫ്വാഹിഹിം, അവരുടെ ഹൃദയം കൊണ്ട് തന്നെ അവർ വിശ്വസിക്കും, നാവുകൊണ്ട് മാത്രമല്ല. അങ്ങനെയുണ്ടല്ലോ മുനാഫിക്കീങ്ങളൊക്കെ നാവുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിച്ചു എന്ന് പറയണേ, മനസ്സുകൊണ്ട് എന്ത് ചെയ്യണില്ല, അവർ വിശ്വസിക്കണില്ല. അപ്പൊ നാവുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് വിശ്വസിക്കുക. ഇതൊക്കെ ഈ തഫ്സീറുകൾ ഇങ്ങനെ പലതും വന്നാൽ ആ വരുന്നതെല്ലാം അതിന്റെ വൈവിധ്യമാണെന്ന് മനസ്സിലാക്കുക. അതെല്ലാതും സ്വീകരിക്കാൻ നമുക്ക് എന്താവുന്നതാണ്, പിന്നെ സാധിക്കും. അതെല്ലാം ശരിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചതുള്ള മുഅ്മിനിന്റെ ലക്ഷണം. ഇനി നമുക്കതാ ഈ വ്യാഖ്യാനം വളരെ ഫലപ്രദമാണ് എന്ന് മുനാഫിക്കുകൾ എന്ന മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ ഗൈബ് കൊണ്ട് വിശ്വസിക്കാച്ച കൽബ് സാധാരണ പുറത്ത് കാണാത്ത സാധനമാണ്. ആ കൽബ് പുറത്ത് കാണാത്ത സാധനം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, വിശ്വസിക്കുക എന്ന സ്വഭാവം. അതാണ് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ആ വിശ്വാസമുള്ളവരാണ് ആര്? മുഅ്മിനീങ്ങൾ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടാമത്തെ സംഗതി വയുഖീമൂന സ്വലാഹ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരം നിലനിർത്തുക, നിസ്കരിക്കുന്നവർ എന്നല്ല മഹത്വമായി പറയേണ്ടടത്തൊന്നും ഖുർആൻ പറഞ്ഞത്, മറിച്ച് നിസ്കാരം നിലനിർത്തുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന കാണാലോ, റബ്ബി ജഅൽനി മുഖീമസ്സലാ, പടച്ചോനെ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. വമിൻ ദുർരിയത്തി റബ്ബനാ ഫതഖബ്ബൽ ദുആ, എന്റെ സന്താന പരമ്പരകളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവർ നീ കൊണ്ടുവരണം. നിസ്കാരം നിലനിർത്ത്, അഖീമുസ്സലാത്ത വആതു സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. എന്താണ് ഈ നിസ്കാരം നിലനിർത്തുക വെച്ചാൽ? ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുന്നത് നിസ്കാരത്തിന്റെ സമയം നോക്കി സമയനിഷ്ഠ പാലിച്ചും അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ ശുറൂത്ത് ഫുറൂദ് ആദാബുകൾ, നിർബന്ധങ്ങളും അതേപോലെ തന്നെ മര്യാദകളും, ആ മര്യാദകളൊക്കെ ശ്രദ്ധിച്ചും പാലിച്ചും ഇബാദത്ത് ചെയ്യാനാണ്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കരിക്കുന്ന ആൾക്കാർ തന്നെ, പക്ഷേ ആ നിസ്കാരത്തിൽ നിർബന്ധ ബുദ്ധി ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലെ? പറ്റുമ്പൊക്കെ നിസ്കരിക്കണം, തോണുമ്പോ ചൊല്ലികൾ എത്ര ആൾക്കാരുണ്ട്? റമളാനിൽ മാത്രം നിസ്കരിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്? വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കണവർ എത്ര ഉണ്ട്? പെരുന്നാളിന് മാത്രം നിസ്കരിക്കണവർ എത്ര ഉണ്ട്? വലിയൊരുനാളും വെള്ളിയാഴ്ചയും കൂടെ ഒന്നിച്ചു വന്നാൽ മാത്രം നിസ്കരിക്കണവർ എത്ര ആൾക്കാരുണ്ട് അല്ലെ? ഇങ്ങനെ പല സൈസും ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല, മറിച്ച് നിസ്കാരം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നിസ്കാരത്തിന്റെ മേലില് ശ്രദ്ധ വെക്കുന്നവരാണ്. അഥവാ സമയം നോക്കി മര്യാദകളും നിയമങ്ങളും നോക്കി നിസ്കരിക്കണം. അല്ലേ? കൃത്യമായിട്ട് നിസ്കരിച്ചാൽ മാത്രം പോരാ, സമയത്ത് നിസ്കരിക്കാന്ന് മാത്രമല്ല, അതിന്റെ എല്ലാ ആദാബുകളും ഷർത്തുകളൊക്കെ പാലിക്കണം. അപ്പോ എല്ലാ വക്തും ബാങ്കൺ കൊടുത്താൽ അപ്പ നിസ്കരിക്കാൻ പോണ വഹാബി ആയതുകൊണ്ട് മാത്രം കാര്യമായില്ല, മറിച്ച് എന്ത് വേണം? ഷർത്തും ഫർദൊക്കെ സൂക്ഷിക്കണം. അപ്പൊ ഓരോ കാലത്ത് ഓരോ ഫർദ് പറയണ പോലെ എന്തല്ല, യുഖീമുന സലാറിന്റെ കൂട്ടത്തിലല്ല പെടുക. നമ്മൾ ശ്രദ്ധിക്കണം. സംഗതി വഹാബി ആണെങ്കിലും കൃത്യമായിട്ട് നിസ്കരിച്ചു എന്നൊക്കെ ചില ആളുകൾ നിരീക്ഷിക്കലുണ്ട്. അത് ശരിയല്ല. കാരണം എന്താ? നിസ്കാരം നിലനിർത്താറിയണ സംഗതി, ആ സംഗതി പലപ്പോഴും ആദാബുകൾ പാലിക്കണം, മര്യാദകൾ പാലിക്കണം, ഖുശൂ ഉണ്ടാവണം. അതേപോലെ തന്നെ ഇപ്പറഞ്ഞ എല്ലാ സംഗതികളും ശ്രദ്ധിക്കണം. ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത് അല്ലേ? അപ്പൊ നിസ്കാരത്തിന് ബാത്തിലാവുന്ന ഒരു സംഗതി വരാതെ നോക്കണം. അതിൽ തെറ്റ് ഒരിക്കലും തന്നെ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ നിരീക്ഷണങ്ങൾ നോക്കിയാലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഈ സോക്സ് തടവിട്ടൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരില്ലേ? അങ്ങനെ ഒരു ആനുകൂല്യം ചെറുതായിട്ടുണ്ട് എന്ന് കേട്ടോടുകൂടെ ഇരിക്കാൻ പറയുമ്പോ കടക്കണ സ്വഭാവം സ്വീകരിച്ചിട്ട് എത്ര ആൾക്കാരപ്പന്ന് സോക്സ് തടവാനായിട്ട് നിസ്കരിക്കണ തന്നെ സത്യത്തിൽ ഈ സോക്സ് തടവാനാ തോന്നിപ്പോവും. അത്ര വാശിയിലാണ് കുറെ ആൾക്കാർ എന്ത് ചെയ്യണത്? ഈ സോക്സ് തടവണത് നമ്മൾ കാണുന്നത് അല്ലേ? ഇങ്ങനെ കുറെ സംഗതികൾ നിസ്കാരത്തിന്റെ ഷർത്തും ഫർദൊക്കെ പറഞ്ഞുകൊടുത്ത് വഹാബിക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിട്ടുണ്ടോ? ഇല്ല. 2020 വന്ന ഈ സാധനം കേരളത്തിൽ എത്ര തവണ നിസ്കാരത്തിന്റെ ഫർദ് മാറ്റി, എത്ര തവണ നിസ്കാരത്തിന്റെ ഷർത്ത് മാറ്റി, ആദാബുകൾ പറയുന്നോർത്ത് എത്ര തവണ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും നിസ്കരിച്ച് സമയത്ത് നിസ്കരിച്ചോ മാണ്ട് മാത്രമായില്ല, മറിച്ച് എന്ത് ചെയ്യണം? അതിന്റെ ഷർത്തുകളും ഫർളുകളും ആദാബുകളും ശ്രദ്ധിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോഴേ ഒരാൾ മുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തിയവനെന്ന് പറയൂ. മുത്തഖിയുടെ സ്വഭാവം അതാണ്. ഓൻ സമയബന്ധിതമായി നിസ്കരിക്കണം. ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ, നിശ്ചയം നിസ്കാരം സമയബന്ധിതമായി നിർവഹിക്കാനായി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വിശ്വാസികൾക്ക് കടമയാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. അപ്പോ ഉച്ചക്ക് കിടന്നുറങ്ങി, ഉച്ചക്കല്ല ഒരു അസറിന്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് വന്നു, ജോലി കഴിഞ്ഞു വന്നു, ചോറും കഴിച്ചിട്ട് ഗൾഫുകാരൻ പലരും ഒരു വല്ലാത്തൊരു ഉറക്കം. ആ ഉറക്കം മഗ്രിബ് ബാങ്ക് വിളിക്കണതിന്റെ 5 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ചിലപ്പോ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും എന്റെ അസർ കഴിയുമ്പോഴേക്ക്. അങ്ങനത്തെ ഒരു സുന്നിയായിട്ട് ആരും മാറരുത്. നമ്മളാരും മാറാൻ പാടില്ല. ഓരോ വക്ത് നിസ്കാരവും അതിന്റെ സമയത്ത്, പറ്റുമെങ്കിൽ അവ്വൽ വക്തിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണെന്ന ചോദ്യത്തിന് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി